Hi dears, welcome to EdDream BCom online class, second year, subject BCOC 133 Business Law and first block General Law of Contract and Unit 4 Free Consent. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 10 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. കോടതിക്ക് മുന്നിൽ എൻഫോഴ്സിബിലിറ്റി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വാലിഡിറ്റി കിട്ടണമെങ്കിൽ ഒരു കോൺട്രാക്റ്റിന് അത്യാവശ്യം വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സെക്ഷൻ 10 അത് പറഞ്ഞിട്ടുള്ളത്. 10 എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ വന്നിട്ടുള്ള ഒരു എലമെൻ്റാണ് ഫ്രീ കൺസെൻറ്റ്. അതാണ് യൂണിറ്റ് 4 നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കൺസെൻറ്റ്? സ്വതന്ത്ര സമ്മതം. എങ്ങനെയുള്ള സമ്മതത്തിനെയാണ് സ്വതന്ത്ര സമ്മതം എന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ ആണ്. എഗ്രിമെൻറ്റ് മീൻസ് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ്. ഏതെങ്കിലും ഒരു പ്രപ്പോസർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങാമെന്നോ പറഞ്ഞുകൊണ്ട് വേറൊരാൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രോമിസാണ് ഓഫറിൽ വരുന്നത്. ആ ഓഫർ എന്തിനു വേണ്ടിയാണ് നമ്മൾ നൽകുന്നത്? ഇൻ ഓർഡർ ടു റിസീവ് ദ അസെൻറ്റ് ഓഫ് ദ പ്രോമിസി അല്ലെങ്കിൽ പ്രപ്പോസി. ആർക്കാണോ പ്രപ്പോസൽ നമ്മൾ ആരിലേക്കാണോ പ്രപ്പോസൽ വെക്കുന്നത് അവരുടെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രപ്പോസൽ കൊടുക്കുന്നത്. അപ്പോൾ ആ സമ്മതം കൂടെ കിട്ടിക്കഴിയുമ്പോഴാണ് അതൊരു ആക്സെപ്റ്റൻസ് ആയി മാറുന്നതും ഒരു കോൺട്രാക്റ്റ് ആയി മാറുന്നതും. അപ്പോൾ ആ അസെൻറ്റ് അല്ലെങ്കിൽ ആ കൺസെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഫ്രീ കൺസെൻറ്റ് എന്നുള്ളതും നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 13 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, വെൻ 2 or more persons are said to consent when they agree upon the same thing in the same sense. അപ്പോൾ സെക്ഷൻ 13 പ്രകാരം എന്താണ് കൺസെൻറ്റ് എന്നുള്ളതിൻ്റെ മീനിങ്ങിൽ പറയുന്നത് 2 or more persons, 2 അതിലധികമോ ആളുകൾ, അതായത് മിനിമം എത്ര പേര് വേണം? 2 പേരെങ്കിലും വേണം. 2 or more persons എന്നാണ് പറയുന്നത്. ആർ സെഡ് ടു കൺസെൻറ്റ്, അവർ കൺസെൻറ്റ് നൽകി എന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? വെൻ ദേ എഗ്രി അപ്പോൺ. അപ്പോൾ അവർ എപ്പോഴാണ് അവർക്ക് സമ്മതമാണ് എന്ന് നമ്മൾ പറയുന്നത്? ആ 2 അതിലധികമോ ഉള്ള വ്യക്തികൾ എഗ്രി അപ്പോൺ, ഒരു കാര്യത്തിന് സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ എത്തുകയാണ്. എങ്ങനെയാണ്? ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഒരു കാര്യം, ആ കാര്യം ഒരേപോലെയാണ് അവർ മനസ്സിലാക്കുന്നത്. 2 അതിലധികമോ വ്യക്തികൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സമ്മതിക്കുമ്പോൾ അവർക്ക് ഫ്രീ കൺസെൻ്റ് ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അവർ പറയുന്ന കാര്യം, ആരാണോ ഓഫർ നൽകുന്നത് അദ്ദേഹം നൽകുന്ന കാര്യത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ അവർ പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒരേപോലെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ, ഒരേ കാര്യം ഒരേപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അവർക്കതിന് കൺസെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർക്കതിന് സമ്മതമാണ് എന്ന് പറയാം. അപ്പോൾ എന്താണോ പറയുന്നത് ആ കാര്യം പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒരേപോലെ മനസ്സിലാക്കിയെടുത്താൽ, സെയിം മൈൻഡ് ആയിരിക്കണം അവർക്ക്, ഒരേപോലെ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? കൺസെൻറ്റ് വരുന്നത്, സമ്മതം. അവർക്കതിന് സമ്മതമാണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് കൺസെൻറ്റ് മാത്രം മതിയോ? പോരാ, ഫ്രീ കൺസെൻറ്റ് വേണം. അപ്പോൾ എന്താണ് ഫ്രീ കൺസെൻറ്റ്? അതും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 14 പറയുന്നത് കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ. ഈ സമ്മതത്തിനെ നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് എപ്പോഴാണ് പറയുന്നത്? വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. എപ്പോഴാണോ ഒരു വ്യക്തിയുടെ സമ്മതം കൊയേർഷൻ മൂലമോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമോ ഫ്രോഡ് മൂലമോ മിസ്റെപ്രസെൻറ്റേഷൻ മൂലമോ അതുമല്ലെങ്കിൽ മിസ്റ്റേക്ക് കാരണമോ അല്ലാതെ സമ്മതം ലഭിക്കുന്നത്. അപ്പോൾ ഇവരുടെ സമ്മതം ഒരിക്കലും എന്ത് കാരണം കൊണ്ടാവരുത്? കൊയേർഷൻ. കൊയേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർദ്ദം ചെലുത്തുക, ഒരാളെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ സമ്മതം വാങ്ങിക്കാം. അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, നമ്മൾ ഏതെങ്കിലും നമ്മുടെ അധികാര പദവിയൊക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് സമ്മതം വാങ്ങിക്കാം. അതുമല്ലെങ്കിൽ ഫ്രോഡ്, ചതിയിലൂടെ സമ്മതം വാങ്ങിക്കാം.
അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റിദ്ധാരണ, അതുമല്ലെങ്കിൽ മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്നതിലൂടെ. ഇങ്ങനെ ഈ 5 കാരണങ്ങളിലൂടെ അല്ലാതെയാണ് സമ്മതം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ആ സമ്മതമാണ് ഫ്രീ കൺസെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് സമ്മതം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ആ കൺസെൻറ്റിനെ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റില്ല? ഫ്രീ കൺസെൻറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 5 കാരണങ്ങൾ കൊണ്ട് കൺസെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസെൻറ്റ് ഒരിക്കലും ഫ്രീ കൺസെൻറ്റ് ആവില്ല. അത്തരം കൺസെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകളും വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. അപ്പോൾ ഈ സെയിം തിങ് സെയിം സെൻസ് നമ്മൾ പറഞ്ഞു, പറയുന്ന കാര്യം ഒരേപോലെ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ കൺസെൻറ്റ് ഉണ്ടാവുന്നത്. ഈ കൺസെപ്റ്റിനെ ഇംഗ്ലീഷ് ലോവിൽ നമ്മൾ പറയുന്ന പേര് കോൺസെൻസസ് ആഡ് ഐഡം എന്നാണ്. അതായത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് നമ്മൾക്ക് പറയാം. ഒരേ കാര്യം ഒരേപോലെ 2 പേര് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് 2 കാറുണ്ട്. ഒരു മാരുതി കാറുമുണ്ട്, ഒരു ഫിയറ്റ് കാറുമുണ്ട്. ബി എന്ന് പറയുന്ന വ്യക്തി എയുടെ ഫ്രണ്ടാണ്. അയാൾക്കറിയാം ഇവരുടെ കയ്യിൽ 2 കാറുണ്ട് എന്ന് ബിക്കും അറിയാം. അപ്പോൾ എ ബിയോട് പറയാണ്, എൻ്റെ ഒരു കാർ, അതായത് എൻ്റെ കാർ നിനക്ക് ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് നൽകാം. എ വിചാരിച്ചത് മാരുതി കാർ കൊടുക്കാമെന്നായിരുന്നു. എയുടെ ഉള്ളിലുള്ള കാര്യം, സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് മാരുതി കാർ കൊടുക്കാം. ബി സമ്മതിച്ചു, ശരി ഞാൻ വാങ്ങിക്കാം. ബിയുടെ ഉള്ളിൽ എന്തായിരുന്നു? ഫിയറ്റ് കാറാണ് തരുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വാലിഡ് കോൺട്രാക്റ്റ് രൂപീകരിക്കപ്പെടുന്നില്ല. കാരണം എന്താ? വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ കോൺസെൻസസ് ആഡ് ഐഡം വേണം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വേണം. നമ്മൾക്ക് ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം. ഇവിടെ ഒരേ കാര്യം ഇവർ 2 പേരും 2 രീതിയിലാണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫ്രീ കൺസെൻ്റ് ഇല്ല, അവിടെ എന്ത് രൂപീകരിക്കപ്പെടുന്നില്ല? ഒരു കരാറ് രൂപീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടികൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. അത് ഒരിക്കലും കൊയേർഷൻ മൂലമോ മിസ്റെപ്രസെൻറ്റേഷൻ മൂലമോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് കാരണമോ ഒന്നും രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമ്മതമാവരുത്. കൺസെൻറ്റ് എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള കൺസെൻറ്റ് ഇല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഡിപ്പെൻഡ്സ് ആണ്. ചില സാഹചര്യങ്ങളിൽ വാലിഡായി തുടരാൻ നമ്മൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കും, ചില സമയത്ത് വോയിഡ് തന്നെയാണ്. അതായത് ആദ്യത്തെ 4 കേസുകൾ, സ്വതന്ത്ര സമ്മതമില്ലാത്ത ആദ്യത്തെ കേസുകൾ എന്ന് പറയുന്നത്, 1 കൊയേർഷൻ, ഭീഷണി, 2 അൺഡ്യൂ ഇൻഫ്ലുവൻസ്, നമ്മുടെ പദവി ഉപയോഗിച്ച് വേറൊരാളെ സ്വാധീനിക്കാം, പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റിദ്ധരിപ്പിക്കാം, ഫ്രോഡ്, ചതിക്കാം. ഈ 4 കേസിലും ഫ്രീ കൺസെൻറ്റ് ഇല്ല. സമ്മതമുണ്ട്, പക്ഷെ അതെന്തല്ല? സ്വതന്ത്ര സമ്മതമല്ല. എന്നാൽ 5ാമത്തെ കേസിൽ മിസ്റ്റേക്കാണ്, തെറ്റ് പറ്റിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. ആ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അവിടെ നോ കൺസെൻറ്റ് അറ്റ് ആൾ ആണ്. അവിടെ സമ്മതം തന്നെ ഇല്ല. കാരണം നമ്മൾ സമ്മതിച്ചത് വേറൊരു കാര്യത്തിന്, ആ പറഞ്ഞ വ്യക്തി പറഞ്ഞത് വേറൊരു കാര്യം. അപ്പോൾ പരസ്പരം തെറ്റ്, നമ്മൾക്ക് പറ്റിയൊരു തെറ്റാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന കരാറിന് വോയിഡബിൾ എന്നുകൂടി നമ്മൾക്ക് പറയാൻ പറ്റില്ല. വോയിഡാണ്, അത് വിലയില്ലാത്തതാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ എന്തായാലും ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. സമ്മർദ്ദം മൂലമോ ഭീഷണി മൂലമോ തെറ്റിദ്ധരിക്കപ്പെട്ടതിലൂടെയോ ചതിക്കപ്പെടുന്നതിലൂടെയോ തെറ്റുപറ്റിയതിലൂടെയോ കിട്ടിയ സമ്മതം കൊണ്ട് രൂപീകരിക്കപ്പെടുന്ന കരാറുകൾക്കൊന്നും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ വകുപ്പുകൾക്ക് കീഴിൽ വാലിഡിറ്റി ഇല്ല. ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്ന് പറയുന്ന കേസിലെ ഫസ്റ്റ് കേസാണ് കൊയേർഷൻ. അണ്ടർ സെക്ഷൻ 15, കൊയേർഷൻ ഈസ് ദ കമ്മിറ്റിംഗ് ഓർ threatening to commit any act forbidden by Indian Penal Code or unlawful detaining or threatening to detain any property to the prejudice of any person whatever with the intention of causing any person to enter into an agreement. അപ്പോൾ കൺസെൻറ്റ് 5 കേസുകളിൽ ഫ്രീ അല്ല.
കൺസെൻറ്റ് ഉണ്ടെങ്കിലും അത് ഫ്രീ കൺസെൻറ്റ് അല്ല എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്, അതാണ് ആ 5 കേസുകൾ. അതിൽ ഫസ്റ്റ് കേസാണ് കൊയേർഷൻ. കൊയേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 15 പ്രകാരം കൊയേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, കമ്മിറ്റിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ചെയ്യുന്നു. ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ്, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. അപ്പോൾ ഫസ്റ്റ് കേസ് കമ്മിറ്റിംഗ് ആൻ ആക്ട്, സെക്കൻഡ് കേസ് ത്രെട്ടണിങ് ടു കമ്മിറ്റ് ദാറ്റ് ആക്ട്. ഒന്നുകിൽ ആ കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്താണപ്പോൾ ഈ കാര്യം? എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ ശിക്ഷാ നിയമം കുറേ പ്രവർത്തനങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇവയെല്ലാം കുറ്റകൃത്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് IPC ഒരുപാട് ആക്ടിവിറ്റീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ഫോർബിഡൺ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാം. അത് കൊയേർഷനാണ്. ഒന്നാമത്തെ കേസ് അത്. രണ്ടാമത്തെ കേസ് ഏതാ പറയുന്നത്? അൺലോഫുൾ ഡീറ്റെയിനിങ്, നിയമവിരുദ്ധമായി പിടിച്ചു വയ്ക്കാം അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കാം. ഓർ ത്രെട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ തടഞ്ഞു വയ്ക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. ഒന്നുകിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വയ്ക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. ടു ദ പ്രിജുഡീസ് ഓഫ് എനി പേഴ്സൺ വാട്ട് എവർ. അപ്പോൾ ഇതുമല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടോ അവർക്കൊരു വിരോധഭാവം ഉണ്ടാകുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കാം. നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ടു എൻ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റിൽ എത്തിക്കണം, ഒരു എഗ്രിമെൻറ്റിന് അവരെ സമ്മതിപ്പിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൊയേർഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു എഗ്രിമെൻറ്റിന് സമ്മതിക്കാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ അവരെ എന്തെങ്കിലും കുറ്റകൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നമ്മൾ അവർക്ക് നേരെ ചെയ്യുക, അവരുടെ കൈയും കാലും തല്ലിയൊടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒന്നുകിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുക, നിങ്ങൾ ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നിയമവിരുദ്ധമായി നമ്മൾ തടഞ്ഞു വയ്ക്കുക. ഇപ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, നമ്മൾ ഫാമിലിയിൽ വേണ്ടപ്പെട്ട ആളുകളെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. ഒന്നുകിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ ഉപദ്രവിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണ്? അവർ ആ എഗ്രിമെൻറ്റിന് സമ്മതിക്കണം. അങ്ങനെ നിയമവിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഭീഷണി അല്ലെങ്കിൽ കൊയേർഷൻ എന്ന് പറയുന്ന സമ്മർദ്ദ തന്ത്രത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ സമ്മതം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നത് നിയമപ്രകാരമല്ല. അത് എപ്പോഴാണോ പുറത്തറിയുന്നത് അതുവരെ ഈ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാവും. കാരണം സമ്മതം ഉണ്ടെന്നേ കോടതിക്ക് അറിയുള്ളൂ. ഇത് ഭീഷണിപ്പെടുത്തിയിട്ടാണോ തോക്ക് ചൂണ്ടിയിട്ടാണോ വാങ്ങിയത് എന്ന് ആ ഭീഷണിപ്പെടുത്തപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, ആർക്ക് നേരെയാണോ ഭീഷണി വന്നത്, ആരാണോ സമ്മതിച്ചത്, അവരത് തുറന്ന് പറയുന്നത് വരെ കോടതിക്ക് മുന്നിൽ ഈ കരാറിന് വാലിഡിറ്റി ഉണ്ടാവും. കാരണം കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് അവിടെ തെളിഞ്ഞിട്ടില്ല. തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലേ വാലിഡിറ്റി നഷ്ടമാവുകയുള്ളൂ. അപ്പോൾ കൊയേർഷനിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതാണ്? ഫസ്റ്റ് വൺ, കമ്മിറ്റിംഗ് എനി ആക്ട് ഫോർബിഡൻ ബൈ ലോ. നിയമം, നമ്മുടെ IPC ഉണ്ടല്ലോ, ഇന്ത്യൻ പീനൽ കോഡ് നിരോധിച്ചിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. അത് ചെയ്യാം. അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ കരാറിന് സമ്മതം വാങ്ങുക. ഏതൊക്കെ കാര്യങ്ങളാണ് IPC നിരോധിച്ചിട്ടുള്ളത്? കിഡ്നാപ്പിംഗ്, മർഡർ,
റേപ്പ്, ഡീഫേമേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ശാരീരികപരമായി ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികളെയൊക്കെ അവരെ മാനസികമായോ ശാരീരികമായോ ഒക്കെ പീഡിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇവ കുറ്റകൃത്യങ്ങളാണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവ ഏതെങ്കിലും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എഗ്രിമെൻറ്റിന് സമ്മതിപ്പിക്കാൻ. ഒരാളെ അടിച്ച് അവശനാക്കി അയാളെ കൊണ്ട് എഗ്രിമെൻറ്റിൽ ഒപ്പിടിയിക്കാം, അല്ലെങ്കിൽ അയാളുടെ മകനെ കൊലപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഈ വീട് എനിക്ക് വിറ്റ് തരണം, അല്ലെങ്കിൽ എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് അയാൾ വിറ്റില്ല, അപ്പോൾ അയാളുടെ മകനെ നമ്മൾ കൊല്ലുക. അപ്പോൾ അയാൾ പേടിച്ചിട്ട് അടുത്ത മക്കളും കൂടെ മരിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾക്ക് സമ്മതം തരാം. അങ്ങനെയൊക്കെയുള്ള സമ്മതങ്ങളാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. കമ്മിറ്റിംഗ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്, രംഗനായകമ്മ വേഴ്സസ് ആൽവാർ ഷെട്ടി. ഒരു കേസാണ്, തമിഴ്നാട്ടിലുണ്ടായ ഒരു കേസാണ്. ആ കേസിൽ കോടതി പറഞ്ഞ വിധിയാണ് നമ്മൾ ഇതിനാസ്പദമായിട്ട് പറയുന്നത്. ഈ കേസ് എന്താണ്? എ ഹിന്ദു വിഡോ ഓഫ് 13 വയസ്സുള്ള ഒരു വിധവ, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വിധവ, 13 വയസ്സേ ഉള്ളൂ, ശൈശവ വിവാഹമായിരിക്കും. അപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചു. സാധാരണ ഹിന്ദുക്കൾക്കിടയിലുള്ളൊരു വിശ്വാസം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പുത്രൻ, അതായത് മകൻ, ബലികർമ്മങ്ങൾ, അവർക്ക് വേണ്ട ശവസംസ്കാര ക്രിയകളൊക്കെ ചെയ്താലാണ് മോക്ഷം കിട്ടുക എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? 13 വയസ്സായ ഈ പെൺകുട്ടി, ഈ കുട്ടിയുടെ ഭർത്താവാണ് മരിച്ചത്, was forced to adopt a boy under threat that her husband's dead body would not be allowed to be removed for cremation unless she adopts the boy. അപ്പോൾ ഈ 13 വയസ്സായ രംഗനായകമ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് അവരുടെ കൂടെയുള്ളവർ പറഞ്ഞു, നീ ഒരാൺകുട്ടിയെ ദത്തെടുത്തിട്ടില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി ക്രിമേഷന് വേണ്ടിയിട്ട്, സംസ്കാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അപ്പോൾ അവിടെ ആകെ ഒരൊറ്റ സാഹചര്യം മാത്രമേ ഉള്ളൂ, ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ക്രിമേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ ആൺകുട്ടിയെ ദത്തെടുത്തേ പറ്റൂ, അതിന് സമ്മതം കൊടുത്തേ മതിയാവൂ എന്നുള്ളൊരു സാഹചര്യം വന്നു. ആ പെൺകുട്ടി സമ്മതിച്ചു, ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തു, ഇയാളുടെ ഡെഡ് ബോഡി കൊണ്ടുപോയി, ക്രിമേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. പിന്നീട് ഈ കുട്ടി കേസ് കൊടുത്തു, എനിക്ക് ഈ കുട്ടിയുടെ ദത്തുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞത് ആ കുട്ടിക്ക് ആ ദത്തെടുക്കൽ കരാറിൽ നിന്ന് പിന്മാറാം. കാരണം ഹസ്ബൻഡിൻ്റെ ഡെഡ് ബോഡി ക്രിമേഷൻ ചെയ്യില്ല എന്ന് പറയുന്ന ഭീഷണിപ്പുറത്താണ് ഈ കുട്ടി സമ്മതിച്ചത് അഡോപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ അഡോപ്ഷൻ ഡീഡ് കണ്ടിന്യൂ ചെയ്യേണ്ട ബാധ്യത ആ പെൺകുട്ടിക്ക് ഇല്ല. കാരണം ആ പെൺകുട്ടിയുടെ ഫ്രീ കൺസെൻറ്റ് അവിടെ ഇല്ല എന്നാണ് കോടതി വിധിയിൽ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 297 ഓഫ് IPC അതിൽ പറയുന്നുണ്ട്, ശവസംസ്കാര ക്രിയകൾക്ക് വേണ്ടി ഒരു ശരീരം കൊണ്ടുപോകാതെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ അത് നിയമപ്രകാരം കുറ്റകൃത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വെച്ചുകൊണ്ടാണ് ഇവർ ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു ആൺകുട്ടിയെ ദത്തെടുപ്പിച്ചത്. അപ്പോൾ ആ ദത്തെടുക്കൽ പ്രോസസ്സുമായി മുന്നോട്ട് പോകാൻ രംഗനായകമ്മയ്ക്ക് ബാധ്യതയില്ല എന്നാണ് കോടതി വിധി പ്രസ്താവിച്ചത്. അതാണ് ഫസ്റ്റ് കേസ്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ത്രെട്ടനിങ് ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ IPC. ഇവിടെ ഇത് ചെയ്യല്ല ചെയ്യുന്നത്, ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. IPC നിരോധിച്ച ഒരു കുറ്റകൃത്യം ചെയ്യും, നിങ്ങൾ ഈ എഗ്രിമെൻറ്റിൽ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അങ്ങനെ ചെയ്താലും കൺസെൻറ്റ് കൊയേഷനിലൂടെയാണ്. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇതേപോലെ ത്രെട്ട് ടു കമ്മിറ്റ് സച്ച് ആൻ ആക്ട്, അതായത് എയും ബിയും ബിയെ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. എന്തിനാണ്? ഇഫ് ഹി ഡസ് നോട്ട് സെൽ ഹിസ് ഷിപ്പ് ടു A for rupees 1 lakh, 1,00,000 രൂപയ്ക്ക് നീ എൻ്റെ കപ്പൽ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സമ്മതം വാങ്ങിക്കാം. അങ്ങനെ ഭീഷണിപ്പെടുത്തി സമ്മതം വാങ്ങിക്കുകയാണെങ്കിലും അത് കൊയേഷനാണ്, ഫ്രീ കൺസെൻ്റ് അല്ല. അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ ലോ ഒരു കാര്യം പറയുന്നുണ്ട്, എവിടെ വെച്ചാണോ ഈ ഭീഷണിപ്പെടുത്തുന്നത്
ആ സ്ഥലത്ത് IPC ബാധകമാണോ അല്ലയോ എന്നുള്ളതിന് പ്രാധാന്യമില്ല. ഇപ്പം നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ് സമ്മതം വാങ്ങുന്നത്, പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യക്കുള്ളിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്നാലും ഈ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യക്ക് ഔട്ട്സൈഡുള്ള പ്ലേസിലാണെങ്കിൽ കൂടി നമ്മൾക്ക് സമ്മതം കൊയേർഷനിലൂടെ ആണെങ്കിൽ ഇന്ത്യയിൽ വന്ന് കേസ് നടത്തിയാൽ, അതായത് നമ്മുടെ ഇന്ത്യൻ പൗരനായിരിക്കണം നമ്മൾ കേസ് നടത്തിയാൽ നമ്മൾക്ക് ആ പ്രൊവിഷൻ ഉപയോഗിക്കാം. നമ്മളുടെ സമ്മതം ഫ്രീ കൺസെൻ്റ് അല്ല എന്ന് തെളിയിക്കാം. ഇതിലൊരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, എ ഹാസ് എംപ്ലോയ്ഡ് കൊയേർഷൻ, അതായത് എ ഓൺ ബോർഡ് ആൻഡ് ഇംഗ്ലീഷ് ഷിപ്പ് on the high seas causes B to enter into an agreement by an act amounting to criminal intimidation under IPC. അതായത് ഇംഗ്ലീഷ് കപ്പലിലാണ്, അത് ഹൈ സീസിലാണ്, അവിടെ ആണെങ്കിൽ കൂടി ഭീഷണിപ്പെടുത്തി സമ്മതം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ വന്ന് കേസ് കൊടുത്ത് ഈ സമ്മതം ഫ്രീ കൺസെൻ്റ് അല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ കരാറിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അവിടെ പ്ലേസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എവിടെ വെച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത്, അവിടെ IPC ബാധകമാണോ എന്നൊന്നും നോക്കേണ്ട. IPC നിരോധിച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സമ്മതം നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫ്രീ കൺസെൻ്റ് അല്ല. കൊയേർഷനിൽ തേർഡ് കേസ് എന്ന് പറയുന്നത് അൺലോഫുൾ ഡീറ്റെയിനിങ് ഓഫ് എനി പ്രോപ്പർട്ടി. ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ, പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് ആയിരിക്കും, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നിയമവിരുദ്ധമായി നമ്മൾ തടഞ്ഞു വെക്കുക. അങ്ങനെ തടഞ്ഞു വെച്ച് ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ അവർക്ക് സമ്മതമാണ് എന്നോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയോ ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റിൽ ഇതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ഏജൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും കേസാണ്. ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏജൻസിനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രിൻസിപ്പലിന് വേണ്ടിയാണ് ഏജൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പലിന് വേണ്ടി ചെയ്യുന്ന വർക്കുകളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഏജൻറ്റിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ കേസിൽ ഒരു പുതിയ ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ പഴയ ഏജൻറ്റ് പ്രിൻസിപ്പലിനോട് പറയാണ്, എൻ്റെ റിലീസ് ഡീഡിൽ നിങ്ങൾ സൈൻ ചെയ്താൽ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ പുതിയ ഏജൻറ്റിന് കൈമാറുകയുള്ളൂ എന്ന് പഴയ ഏജൻറ്റ് പറഞ്ഞു. ആക്ച്വലി അയാളുടെ റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് അയാൾ റിലീസ് ആയിട്ടുണ്ടായിരിക്കില്ല, എന്തെങ്കിലും ബാധ്യതകൾ ബാക്കിയുണ്ടാവും. പക്ഷേ പുതിയ ഏജൻറ്റിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ റിലീസ് ഡീഡ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭീഷണിയിൽ വഴങ്ങി നമ്മുടെ പ്രിൻസിപ്പൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് അദ്ദേഹം കേസിന് പോയിട്ടുണ്ടാവും, എനിക്കിങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ സൈൻ ചെയ്തത്. ആ കേസ് മുത്തയ്യ വേഴ്സസ് കറുപ്പൻ, ആ കേസിലാണ് കോടതി ഈ വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതി വിധിച്ചത് എന്താന്ന് വെച്ചാൽ ദ റിലീസ് വാസ് നോട്ട് ബൈൻഡിങ്. ആ റിലീസ് ഡീഡിന് വാല്യൂ ഇല്ല. കാരണം അവിടെ സമ്മതം വാങ്ങിച്ചത് എങ്ങനെയാണ്? അൺലോഫുൾ ഡീറ്റെയിനിങ്, നിയമവിരുദ്ധമായി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൈവശം വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് റിലീസ് ഡീഡ് സൈൻ ചെയ്യിച്ചത്. അതുകൊണ്ട് ആ എഗ്രിമെൻറ്റിന് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല എന്നാണ് കോടതി വിധിച്ചത്. ദെൻ നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി അൺലോഫുള്ളി, ഭീഷണിപ്പെടുത്തുക. അവരോട് ഏതെങ്കിലും പ്രോപ്പർട്ടി ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് കൈവശം വയ്ക്കുന്നത്, പക്ഷേ ഇത് ഞങ്ങൾ പിടിച്ചു വയ്ക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പൈസ വാങ്ങിക്കുകയോ നമ്മളെ കൊണ്ട് വല്ല പേയ്മെൻറ്റും അടയ്ക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും കൊയേർഷനാണ്. നമ്മൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ബൻരാജ് വേഴ്സസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഗവൺമെൻറ്റിനെതിരെയാണ് ഇവിടെ ബൻരാജ് കേസ് കൊടുത്തിട്ടുള്ളത്. കാരണം ഗവൺമെൻറ് ത്രെട്ട് ഓഫ് അറ്റാച്ച്മെൻറ്റ് കൊടുത്തു, ബൻരാജിൻ്റെ വസ്തുവകകൾ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് നോട്ടീസ് അയച്ചു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ റിക്കവറി ഓഫ് എ ഫൈൻ ഡ്യൂ ഫ്രം ഹിസ് സൺ. അയാളുടെ മകനാണ് ശരിക്ക് ഫൈൻ അടയ്ക്കാനുള്ളത്. അപ്പോൾ മകൻ ഈ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഞങ്ങൾ അറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് നോട്ടീസ് അയച്ചു. അപ്പോൾ ഈ ബൻരാജ് ആ പൈസ അടച്ചു, മകൻ അടയ്ക്കേണ്ട ഫൈൻ ഇയാൾ അടച്ചു.
പിന്നീട് ഇയാൾ കോടതിയിൽ കേസിന് പോയി. മകനാണ് ഫൈൻ അടയ്ക്കേണ്ടത്, അത് അടയ്ക്കാത്തത് കൊണ്ട് എൻ്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ കേസിന് പോയി. കോടതി ബൻരാജിന് അനുകൂലമായാണ് വിധിച്ചത്. കാരണം ആ ഫൈൻ ആരിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്? അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നാണ്. അതല്ലാതെ ബൻരാജ് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ ഫൈൻ അടയ്ക്കേണ്ട ബാധ്യത വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൻരാജിൻ്റെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യുമെന്ന് നിയമവിരുദ്ധമായി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അയാൾ അടച്ച ഫൈൻ അയാൾക്ക് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞാണ് കോടതി വിധി ഉണ്ടായത്. ദെൻ അടുത്തതായി പറയുന്നത് 5ാമത്തെ കേസിൽ ഈ കൊയേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്. ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ ആ വ്യക്തിയെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതല്ലാതെ വെറുതെ ആരെങ്കിലും ഒരാളെ 1 or 2 ആളെ നമ്മൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു, വെറുതെ ഭീഷണിപ്പെടുത്തി എന്ന് വിചാരിക്കാം, അതൊന്നും കൊയേഷൻ അല്ല. വെറുതെ ഇപ്പോൾ ആൾക്കൂട്ടത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കത്തി കാട്ടിയിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ കുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതൊന്നും കൊയേഷൻ അല്ല. കാരണം എന്താ? അവിടെ നിന്നും നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ സമ്മതം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ കൊയേഷൻ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ആ ഭീഷണിപ്പെടുത്തലിൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയായിരിക്കണം? ആ വ്യക്തിയെ ആ കരാറിൽ ഏർപ്പെടിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം. പിന്നെ ഈ കൊയേഷൻ്റെ പ്രത്യേകത, ഇത് കറക്റ്റ് ചിലപ്പോൾ ഒരു വ്യക്തിയെ ഡയറക്റ്റായിട്ട്, ഇപ്പോൾ പ്രോമിസറും പ്രോമിസി ഉണ്ടാവും, അവരുമായി ഡയറക്റ്റായിട്ടുള്ള പേഴ്സൺ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ സ്ട്രേഞ്ചർ ക്യാൻ കമ്മിറ്റ് കൊയേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ വീട് തൊട്ടയൽപ്പക്കത്തുള്ള ആൾക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ഗൾഫിലുള്ള ഒരു ആളൊക്കെ ആയിരിക്കും വിളിച്ച് ഫോൺ ചെയ്യുന്നുണ്ടാവാം. ഈ അയൽവക്കക്കാരനും നമ്മളും ആണ് 2 പാർട്ടികൾ, അയാൾ ഇതിൽ സ്ട്രേഞ്ചറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊട്ടേഷൻ ടീമുകൾ ഗുണ്ടകളെ ഏൽപ്പിക്കും നമ്മൾ ഭീഷണിപ്പെടുത്താൻ. ആ ഗുണ്ടകൾ ഇവിടെ തേർഡ് പാർട്ടിയാണ്, സ്ട്രേഞ്ചറാണ്. പക്ഷെ അവർക്കും എന്ത് ചെയ്യാം? ഭീഷണിപ്പെടുത്താം, അങ്ങനെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാം. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിനും ഭീഷണിപ്പെടുത്താം, അവരും ഇതിൽ പാർട്ടീസായിട്ട് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ എയുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അല്ല ഉപദ്രവിക്കുന്നുണ്ടാവുക, എയുടെ മകനെയോ മകളെയോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ അവരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പ്രോമിസറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളോ കൊയേഷന് കാരണമാവാം. ചിലപ്പോൾ നേരിടുന്ന അതിലൊക്കെ റിലേറ്റഡ് ആയ പാർട്ടീസിനെ അല്ല, അവരുടെ റിലേറ്റീവ്സിനെ ഒക്കെ ഭീഷണിപ്പെടുത്താം. എന്തു തന്നെയാണെങ്കിലും കാരണം ഭീഷണിയാണ്, നമ്മൾ സമ്മതിക്കാറുള്ള കാരണം ഭീഷണിയാണ് എന്ന് കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കരാറിൽ നിന്ന് പിന്മാറാം. അതിനുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്, നമ്മൾക്ക് അവകാശമുണ്ട്. പിന്നെ ഈ ഭീഷണികളിൽ വരുന്ന വേറെ ചില ഭീഷണികളാണ് ത്രെറ്റ് ടു ഫയൽ എ സ്യൂട്ട്, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അല്ലെങ്കിൽ ത്രെറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. ഈ കേസ് കൊടുക്കും എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തൽ, അവിടെ നിലവിൽ ഒരു കേസ് ഉണ്ട്, കേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് ഒരു ഭീഷണിയല്ല. അതേസമയം ഇല്ലീഗൽ ചാർജസ് ആണ്, അല്ലെങ്കിൽ ഫാൾസ് ചാർജസ് ആണ്, ഇല്ലാത്ത കാരണം പറഞ്ഞ് നിങ്ങളെ കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അവിടെ കൊയേഷൻ ഉണ്ട്. ഉള്ള കാരണമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചു, അയാൾക്കത് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കട്ടോ എന്ന് പറയുന്നത് ഒരു ഭീഷണിയല്ല. എന്നാൽ ഇല്ലാത്ത കാരണത്തിന് നമ്മൾ കേസ് കൊടുത്ത് ക്രിമിനൽ കുറ്റത്തിന് നിന്നെ അകത്താക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഭീഷണിയാണ്, കൊയേഷനാണ്. പിന്നെ സൂയിസൈഡിൻ്റെ കേസാണ്. ഭീഷണിപ്പെടുത്തുക, അതായത് ഇപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ നിരോധിച്ചിട്ടൊന്നുമില്ല, അത് കുറ്റകൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സൂയിസൈഡ് പണിഷബിൾ ആണ്. ആത്മഹത്യക്ക് നമ്മൾ ശ്രമിച്ചാൽ, ആത്മഹത്യ എന്ന് പറയുന്നത് ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റമാണ്. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റമല്ല. പക്ഷേ കൊയേഷനിൽ
എന്തെങ്കിലും ഒരു കാര്യത്തിന് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ഒരാളുടെ സമ്മതം കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ അത് കൊയേഷനാണ്. കാരണം അവിടെ നമ്മൾക്ക് ഫ്രീ കൺസെൻ്റ് അല്ല. അയാൾ മരിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ സമ്മതിച്ചതാണെന്ന് നമ്മൾ പിന്നീട് കോടതിയിൽ തെളിയിച്ചാൽ നമ്മൾക്ക് ആ ലയബിലിറ്റിയിൽ നിന്ന് റിലീസ് കിട്ടും. അപ്പോൾ സൂയിസൈഡ് ത്രെട്ട് എന്ന് പറയുന്നത് IPC പ്രകാരം കുറ്റകൃത്യമല്ലെങ്കിലും സമ്മതം കിട്ടാൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയാൽ ആ ത്രെട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ് ഒരു ത്രെട്ടായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കൊയേഷൻ ഉണ്ടായി ആരെങ്കിലും ഒരാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്? സെക്ഷൻ 19 പ്രകാരം ലീഗൽ എഫക്റ്റ് ഓഫ് ദാറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇത് ഡിപ്പെൻസ് ആണ്, വോയിഡബിൾ ആണ്. വേണമെങ്കിൽ എഗ്രീഡ് പാർട്ടിക്ക്, അതായത് ബാധിക്കപ്പെട്ട വ്യക്തിക്ക് ആ കരാറിൽ നിന്ന് പിൻവാങ്ങാം. ഭീഷണി മൂലം സമ്മതം നൽകുകയും ആ കരാറ് തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് അവനവൻ്റെ ആ ലയബിലിറ്റിയിൽ നിന്ന് റിലീസ് ആവാനുള്ള അവകാശം ബാധിക്കപ്പെട്ട വ്യക്തിക്കുണ്ട്. പക്ഷെ അവരത് കോടതിയിൽ തെളിയിക്കണം. അതേസമയം സെക്ഷൻ 72 പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ 72ാമത്തെ വകുപ്പിൽ പറയുന്നത് ഈ എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് കൊയേഷനിലൂടെ സമ്മതം ലഭിച്ച കോൺട്രാക്റ്റ് ആണ്, പക്ഷെ ആ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എഗ്രീഡ് പാർട്ടി എന്തെങ്കിലും പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A എന്ന് പറയുന്ന വ്യക്തി B എന്ന് പറയുന്ന വ്യക്തിയെ തോക്ക് ചൂണ്ടി കാണിച്ചിട്ട് പറയാണ്, നിൻ്റെ വീട് നീ എനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരണം എന്ന് പറഞ്ഞു. ആ സെയിൽ കോൺട്രാക്റ്റിൽ ആ വ്യക്തി ഒപ്പിട്ടു, ശരി എൻ്റെ വീട് ഞാൻ നിനക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരാം. 10 ലക്ഷം വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് ഇയാൾ കോടതിയിൽ പോയി പറഞ്ഞു 50 ലക്ഷം രൂപ വിലയുള്ള വീടാണ്, എന്നെ ഭീഷണിപ്പെടുത്തി ഞാനത് 10 ലക്ഷത്തിന് എനിക്ക് വിൽക്കാൻ സമ്മതിക്കേണ്ടി വന്നു എന്ന് കോടതിയിൽ തെളിയിച്ചു. അപ്പോൾ കോടതി പറയും ശരി, ആ കരാറ്, ആ വിൽപ്പന കരാറ് റദ്ദ് ചെയ്തു, വീട് നിങ്ങളുടേത് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണം? വാങ്ങിച്ച 10 ലക്ഷം തിരിച്ചു കൊടുക്കണം. അപ്പോൾ സെക്ഷൻ 72 പറയുന്നത് കൊയേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് രൂപീകരിക്കപ്പെടുകയും അതിലൊരു വ്യക്തി, അതായത് ഈ എഗ്രീഡ് പാർട്ടി, ആർക്കാണോ നഷ്ടം സംഭവിച്ചത് ആ വ്യക്തി എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബെനിഫിറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് കരാറ് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആർക്കാണ് ഇത് തെളിയിക്കേണ്ട ബാധ്യത? ബേർഡൻ ഓഫ് പ്രൂഫ്. കൊയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരാണ് തെളിയിക്കേണ്ടത്? ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു അവോയ്ഡ് ദ കോൺട്രാക്ട്. ആർക്കാണോ ആ കരാറിൽ നിന്ന് ഫ്രീ ആവണം, എനിക്കിത് തുടരാൻ പറ്റില്ല എന്ന് താല്പര്യമുള്ളത് അദ്ദേഹമാണ് തെളിയിക്കേണ്ടത്. ഇവിടെ കൊയേഷൻ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഈ കരാറിൽ തുടരാൻ താല്പര്യമില്ല എന്ന് ആ വ്യക്തി കോടതിയിൽ തെളിയിക്കണം. അദ്ദേഹത്തിൻ്റെ സമ്മതം കൊയേഷൻ മൂലമാണ് എന്ന് തുറന്ന് സമ്മതിക്കണം, അതിനുള്ള തെളിവുകൾ ഹാജരാക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കരാറിൽ നിന്ന് ഫ്രീ ആവും. അപ്പോൾ ആ വ്യക്തിയാണ് അവിടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കേണ്ടത്. ഇത്രയുമാണ് കൊയേഷനെ സംബന്ധിച്ചിട്ടുള്ള ലീഗൽ പ്രൊവിഷൻ. അപ്പോൾ IPC നിരോധിച്ച കാര്യമായിരിക്കും ചെയ്യുന്നതോ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും. അങ്ങനെയാണെങ്കിൽ അത്തരം കരാറുകൾക്ക് ലീഗൽ വാലിഡിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് കേസ് ഓഫ് കൺസെൻറ്റ് വിത്തൗട്ട് ഫ്രീ മൈൻഡ് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. സെക്ഷൻ 16 സബ്സെക്ഷൻ 1 അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. A contract is said to be induced by undue influence where the relation subsisting between the parties are such that one of the parties is in a position to dominate the will of the other and uses that position to obtain an unfair advantage over the other. ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അസ്വാഭാവികമായ രീതിയിൽ നമ്മൾ വേറൊരാളെ സ്വാധീനിക്കുക. ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ സമ്മതം വാങ്ങിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് എവിടെയാണോ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന 2 വ്യക്തികൾക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും.
ആ റിലേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഡൊമിനേറ്റ് ദ അതർ. ഒരാൾക്ക് ആ രണ്ടാമത്തെ പാർട്ടിയുടെ മുകളിൽ ഒരു ആധിപത്യം ഉണ്ടായിരിക്കും, ഒരു അധികാരം. അങ്ങനെയുള്ള ഒരു റിലേഷൻ നിലനിൽക്കുന്ന രണ്ട് വ്യക്തികൾ, അവർക്കിടയിൽ ആ വ്യക്തി ആർക്കാണോ അധികാരമുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ആധിപത്യമുള്ളത് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ രണ്ടാമത്തെ വ്യക്തിയെ സ്വാധീനിക്കുന്നു. അൺഫെയർ അഡ്വാൻറ്റേജ്, ന്യായമല്ലാത്ത രീതിയിൽ അവനവൻ്റെ ഈ സ്വാധീനം ഉപയോഗിച്ച് രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം നേടിയെടുക്കുകയാണെങ്കിൽ അത്തരം കേസിനാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഒരു ലേഡി, ആ ലേഡി അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും അവരുടെ സ്പിരിച്വൽ ഗുരുവിന് ദാനം ചെയ്തു. എന്തിനു വേണ്ടിയാണ്? സെക്യൂർ ബെനിഫിറ്റ്സ് ടു ഹെർ സോൾ ഇൻ നെക്സ്റ്റ് വേൾഡ്. മരിച്ചു ചെന്നാൽ അടുത്ത ലോകമുണ്ടല്ലോ. അപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഗുരുവിൻ്റെ, ആത്മീയ ഗുരുവിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ ലേഡി അവരുടെ സ്വത്തുക്കളെല്ലാം ആ ഗുരുവിന് നൽകി. എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല ഗുണങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് വേൾഡിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സിന് വേണ്ടി. പക്ഷെ പിന്നീട് ആ സ്ത്രീക്ക് തോന്നുകയാണ് അത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞത് നിങ്ങളുടെ സമ്മതം സ്വതന്ത്ര സമ്മതമല്ല, ആ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടാണ് നിങ്ങൾ ആ കരാറിന് സമ്മതിച്ചത് എങ്കിൽ, അങ്ങനെ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ കരാറിൽ നിന്ന് പിൻവാങ്ങാം. അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ്, എല്ലാ സ്വത്തും ഗുരുവിന് എഴുതി കൊടുത്തു എന്ന കോൺട്രാക്റ്റ് പിന്നീട് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതേപോലെ തന്നെ എ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. അവരെ നോക്കുന്നത് ബി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ബി ഇദ്ദേഹത്തിന് എല്ലാ മെഡിക്കൽ ശുശ്രൂഷയും ഒക്കെ നൽകുന്നത് ഇയാളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു അൺറീസണബിൾ എമൗണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ എ ആസ് ഹിസ് മെഡിക്കൽ അറ്റൻഡൻറ്റ് ഇൻഡ്യൂസ്ഡ് എ ടു എഗ്രി ടു പേ ബി ആൻ അൺറീസണബിൾ സം ഫോർ ഹിസ് പ്രൊഫഷണൽ സർവീസസ്. അദ്ദേഹത്തിന് ആ മെഡിക്കൽ സർവീസിന് വേണ്ടി ഒരുപാട് പൈസ, ന്യായമല്ലാത്ത രീതിയിലുള്ള പൈസ കൊടുക്കാൻ പറയാണ്. അപ്പോൾ ആ എയുടെ അസുഖം ബാധിച്ച അവസ്ഥയെ ഇവർ ഈ മെഡിക്കൽ അറ്റൻഡൻറ്റ് മുതലാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് സമ്മതം വാങ്ങിക്കുന്നു. ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ആ ബാധിക്കപ്പെട്ട വ്യക്തിക്ക് പിൻവാങ്ങാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊയേർഷനിൽ നമ്മൾ പറയുന്നത് IPC നിരോധിച്ച കാര്യങ്ങളൊക്കെ ഫിസിക്കൽ പ്രഷർ കൊടുക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ വെടിവെക്കുക, കാല് ഒടിച്ചിടുക, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക, അങ്ങനെ ഫിസിക്കൽ അറ്റാക്കുകളാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ മെൻ്റൽ പ്രഷറാണ്, സ്വാധീനം. ഒരു വ്യക്തിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വ്യക്തിയെ സ്വാധീനിക്കുകയും എന്തിനു വേണ്ടിയാണ്? ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടാൻ, അവരുടെ ആ ഡോമിനൻസി പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഒരു കരാറിൽ രണ്ടാമത്തെ വ്യക്തിയെ കൊണ്ട് എൻ്റർ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രിസംപ്ഷൻ ഓഫ് ഡോമിനേഷൻ ഓഫ് വിൽ, ഏതൊക്കെ കേസുകളിലാണ് നമ്മൾക്ക് ഈ ഡോമിനൻസ് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത് സംശയിക്കപ്പെടാവുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇഫ് ഹി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി, ഒരധികാരം, വ്യക്തമായ അധികാരം മറ്റൊരു വ്യക്തിക്കുള്ള കേസുകളിൽ. അപ്പോൾ എക്സാമ്പിളായിട്ട് അതിന് പറയുന്നത് മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്, പാരൻ്റ് ആൻഡ് ചൈൽഡ്, ഇൻകം ടാക്സ് ഓഫീസർ ആൻഡ് അസസി. അപ്പോൾ ഇവരൊക്കെ പാർട്ടീസായിട്ട് വരുന്ന കേസിൽ സംശയിക്കത്തക്കതായ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കേസിൽ, ഇഫ് ഹി സ്റ്റാൻഡ്സ് ഇൻ എ ഫിഡ്യൂഷ്യറി റിലേഷൻ, അത്രയും ട്രസ്റ്റും അതേപോലെ തന്നെ കോൺഫിഡൻസും ഒക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പാരൻ്റ്, ചൈൽഡ്, ഡോക്ടർ, പേഷ്യൻ്റ്, ഗാർഡിയൻ, വാർഡ്, സ്പിരിച്വൽ അഡ്വൈസർ ആൻഡ് ഡിസിപ്പിൾസ്, ഗുരുവും ശിഷ്യന്മാരും. അങ്ങനെയുള്ള കേസുകളിലൊക്കെയും നമ്മൾക്ക് ഈ പ്രിസംപ്ഷൻ ഓഫ് ഡോമിനേഷൻ ഉണ്ടാവുന്നതാണ്. പിന്നെ അടുത്തതായി പറയുന്നത്, ഹി മേക്സ് എ കോൺട്രാക്ട് വിത്ത് എ പേഴ്സൺ ഹൂസ് മെൻ്റൽ കപ്പാസിറ്റി ഈസ് temporarily or permanently affected by
ഏജ്, ഇൽനെസ് ഓർ എനി ഡിസ്ട്രസ്, അങ്ങനെ ബാധിക്കപ്പെട്ട വ്യക്തികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ പാർട്ടീസായിട്ട് വരുന്ന കേസിലൊക്കെ ഇപ്പോൾ നമ്മൾക്ക് അത്രയും അൺറീസണബിൾ ആയിട്ടുള്ള വല്ല കൺസിഡറേഷനോ അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടാവുന്നതാണ്. ഇതിൽ ഒരു ഷേർ സിംഗ് വേഴ്സസ് പ്രീതി സിംഗ് അവരുടെ ഒരു കേസ് പറയുന്നുണ്ട്. ആൻ ഇല്ലിറ്ററേറ്റ് ഓൾഡ് മാൻ ഓഫ് എബൌട്ട് 90 years, 90 വയസ്സായ ഒരു വ്യക്തി, അദ്ദേഹം ഫിസിക്കലി ഇൻഫോം ആൻഡ് മെൻ്റലി ഇൻ ഡിസ്ട്രസ് ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എക്സിക്യൂട്ടഡ് എ ഗിഫ്റ്റ് ഡീഡ് ടു ഹിസ് ഓഫ് ഹിസ് പ്രോപ്പർട്ടീസ് ഇൻ ഫേവർ ഓഫ് ബി. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്തുക്കളും സമ്മാനമായിട്ട് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഗിഫ്റ്റ് ഡീഡ് സമ്മാനമായി നൽകാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിയറസ്റ്റ് റിലേറ്റീവാണ്. ആ ബി ആണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, കൃഷിയുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസിന് എല്ലാ ഗിഫ്റ്റ് ഡീഡും നൽകേണ്ടി വന്നു. അപ്പോൾ ഇവിടെ കോടതി പറഞ്ഞത് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ബി വാസ് ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ വിൽ ഓഫ് എ. ചിലപ്പോൾ ആ ഗിഫ്റ്റ് ഡീഡ് നൽകിയത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള പവർ അവിടെ ബിക്കുണ്ട്. കാരണം അദ്ദേഹം മെൻ്റലി ഭയങ്കര സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ കൃഷിപ്പണികളും ഒക്കെ നോക്കി നടത്തുന്ന ഒരാൾ എല്ലാ പ്രോപ്പർട്ടീസും സമ്മാനമായിട്ടുണ്ട് എഴുതി വാങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ആദ്യത്തെ വ്യക്തി കേസിന് പോയാൽ, എ എന്ന് പറയുന്ന ആൾ കേസിന് പോയാൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടും. കാരണം അതൊന്നും സ്വതന്ത്ര സമ്മതത്തിൻ്റെ മുകളിൽ നൽകുന്ന ദാനങ്ങളല്ല. അപ്പോൾ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 2 എലമെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ 2 വ്യക്തികൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആ റിലേഷൻ എന്ന് പറയുന്നത് ഒരാൾ വേറൊരാളെ ഡൊമിനേറ്റ് ചെയ്യുന്ന പൊസിഷനിലായിരിക്കും. ഈ ഡൊമിനൻസ്, അവർക്ക് ആ മറ്റാ വ്യക്തിക്ക് മുകളിലുള്ള ഈ ആധിപത്യം അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അവരുടെ നന്മയ്ക്ക്, അതായത് എന്തെങ്കിലും ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കേസിലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇനി ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 119 പ്രകാരം ദീസ് കോൺട്രാക്ട്സ് ആർ വോയിഡബിൾ. ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ കൺസെൻറ്റ് നേടിയെടുത്തുകൊണ്ട് നമ്മൾ രൂപീകരിക്കപ്പെടുന്ന കരാറുകൾക്കൊന്നും ലീഗൽ വാലിഡിറ്റി ഇല്ല. അതേപോലെ തന്നെ കൊയേഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബെനിഫിറ്റ്സ് റീസ്റ്റോറേഷനുമുണ്ട്. ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ആണെങ്കിലും കരാറിൽ ഏർപ്പെട്ടത് മൂലം ഒരു വ്യക്തി എന്തെങ്കിലും പേയ്മെൻറ്റോ ബെനിഫിറ്റ്സോ നേടിയിട്ടുണ്ടെങ്കിൽ, അവർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് റിലീവ് ചെയ്യുന്ന സമയത്ത് അവർ ആ ബെനിഫിറ്റ്സ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അഗ്രീവ്ഡ് പാർട്ടിയുടെ ഡിസിഷൻ അനുസരിച്ചാണ് ഇത്തരം കോൺട്രാക്റ്റുകളുടെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. അവർ ഈ കോൺട്രാക്റ്റുമായി മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റിനെ വാലിഡാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല, കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് വേണം, ഇത് ഞങ്ങളെ പറ്റിച്ച് നേടിയതാണ് എന്ന് അവർ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വോയിഡബിൾ ആണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്ത് രൂപീകരിക്കുന്ന കോൺട്രാക്റ്റുകളെല്ലാം വോയിഡബിൾ കോൺട്രാക്ട്സ് ആയിരിക്കും. ദെൻ എഫക്ട്സ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ബേർഡൻ ഓഫ് പ്രൂഫ്. ആരാണ് ഈ കോൺട്രാക്റ്റിൽ ഇങ്ങനെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്? ആരാണ്? ആ വ്യക്തിക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഫ്രീ ആവാൻ കഴിയുകയുള്ളൂ. ആരാണോ ബാധിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ അവരാണ് സാധാരണയായി ഇതിൽ നിന്ന് റിലീസ് വേണമെന്ന് ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ റിലീസ് വേണമെങ്കിൽ അവരെന്തൊക്കെയാണ് തെളിയിക്കേണ്ടത്? ഇപ്പോൾ നിയറസ്റ്റ് റിലേഷൻ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ ട്രാൻസ്ഫർ ചെയ്തു, അപ്പോൾ അവർ ഇതിൽ നേടിയെടുത്തത് എൻ്റെ തൊട്ടടുത്ത ബന്ധുവായതുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് എന്ന് തെളിയിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹി ഹാസ് ടു പ്രൂവ് ദ അതർ പാർട്ടി വാസ് ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ഹിസ് വിൽ. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന അത്രയും അധികാരമുള്ള വ്യക്തിയാണ് ആ സ്ട്രോങ്ങസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ നമ്മളുടെ കേസിൽ വരുന്ന സെക്കൻഡ് പാർട്ടി എന്ന് പ്രൂവ് ചെയ്യണം.
കാരണം അവർക്ക് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലേ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ള സാധ്യതയുള്ളൂ. പിന്നെ രണ്ടാമതായി പറയുന്നത് ദ പേഴ്സൺ ആക്ച്വലി യൂസ്ഡ് ദ പൊസിഷൻ ഫോർ അൺഫെയർ അഡ്വാൻറ്റേജ്. നമ്മൾക്ക് ആ അധികാരമുള്ള വ്യക്തി അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സമ്മതിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു അൺഫെയർ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മളെ സ്വാധീനിച്ചു എന്ന് നമ്മൾക്ക് തെളിയിക്കാൻ കഴിയണം. അതല്ലാതെ വെറുതെ ഒരു റിലേഷനാണ് എന്നോ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള വ്യക്തിയാണ് എന്നോ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾക്ക് എന്ത് പറയാൻ പറ്റില്ല, അവരുടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്, അൺകോൺഷ്യനബിൾ ആക്ഷൻ ആണെങ്കിൽ, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നമ്മൾക്ക് സംശയിക്കാം. അൺകോൺഷ്യനബിൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം, മനസ്സാക്ഷിക്ക് നിരക്കാത്തത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നമ്മൾക്ക് സംശയിക്കാം. അങ്ങനെ സംശയിക്കുമ്പോൾ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി കിട്ടണമെങ്കിൽ ആ കേസിലുള്ള ആ സ്ട്രോങ്ങസ്റ്റ് പാർട്ടിയാണ് തെളിയിക്കേണ്ടത്. ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ല, ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ ഡൊമിനേറ്റിംഗ് പേഴ്സൺ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വ്യക്തികളുണ്ട്, എയും ബിയും ഉണ്ട്. എക്ക് ഒരു ഡോമിനൻസ് പവർ ഉണ്ട് ബിയുടെ മുകളിൽ, ബിയുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഒരു അധികാരം എക്ക് ഉണ്ട്. ആ കേസിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, അതിൽ ഈ ഡോമിനേറ്റിംഗ് പേഴ്സണ് വളരെയധികം ഗുണം കിട്ടുന്നതാണ്. എന്നാൽ ആ മറ്റേ വ്യക്തിക്ക്, സ്വാധീനിക്കപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, അവർക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളിൽ നമ്മൾക്ക് സംശയിക്കാം, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടോ, ഇയാളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആ സെക്കൻഡ് പേഴ്സൺ ഈ കോൺട്രാക്റ്റിന് സമ്മതിച്ചുവോ എന്നൊക്കെ സംശയിക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ ഡോമിനേറ്റിംഗ് പേഴ്സൺ തെളിയിക്കണം, അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമല്ല സെക്കൻഡ് പേഴ്സൻ്റെ സമ്മതം കിട്ടിയിട്ടുള്ളത്, അവർ പൂർണ്ണമായ മനസ്സോടെ സമ്മതിച്ചതാണ് എന്ന് തെളിയിക്കണം. എന്നിരുന്നാൽ കൂടിയും തീരെ മനസാക്ഷിക്ക് നിരക്കാത്ത ട്രാൻസാക്ഷൻ ആണെങ്കിൽ കോടതി അതിൻ്റെ വാലിഡിറ്റി ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്, റാണി അന്നപൂർണി വേഴ്സസ് സ്വാമിനാഥ. ആ കേസിൽ ഒരു ഹിന്ദു വിധവയാണ്, അവരവരുടെ ജീവിതത്തിലെ അത്യാവശ്യ വസ്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മെയിൻ്റനൻസിന് വേണ്ടി അദ്ദേഹം ലോൺ എടുക്കുകയാണ്. ആ സ്ത്രീ 1500 രൂപ ലോൺ എടുത്തു. അതിനെങ്ങനെയാണ് പലിശ പറയുന്നത്? 100%. 1500 രൂപ വാങ്ങിയാൽ 3000 രൂപ തിരിച്ചു കൊടുക്കാം എന്നുള്ള ടേംസിലാണ് ആ സ്ത്രീ കടമെടുത്തത്. അപ്പോൾ കോടതി അത് എന്ത് ചെയ്തു? ഒരു റീസണബിൾ റേറ്റ് 24% പലിശ കൊടുത്താൽ മതി എന്നുള്ളൊരു വിധിയിലേക്ക് എത്തി. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ, ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലോണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ എത്ര പലിശയാണെങ്കിലും നമ്മൾ സമ്മതിക്കും, നമ്മൾക്ക് അത്യാവശ്യമാണെങ്കിൽ. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബി എന്ന് പറയുന്ന ഒരു മണി ലെൻഡറുടെ കയ്യിൽ നിന്ന് ലോണ് വാങ്ങിച്ചു, ആർക്കും കേട്ടാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള പലിശയിൽ. അപ്പോൾ ചിലപ്പോൾ ഈ വാങ്ങിക്കുന്ന ആൾ തന്നെ സമ്മതിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലും തീരെ അക്രമം തോന്നുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ കോടതി അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഇല്ല എന്ന് തെളിയിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? സ്ട്രോങ്ങർ പാർട്ടി ഹാഡ് മെയ്ഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ആൾ ദ ഫാക്ട്സ് ടു ദ അഗ്രീഡ് പാർട്ടി. ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ മേക്കിംഗ് ദ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്, ഈ കരാറിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ആരോട് പറയണം? സെക്കൻഡ് പേഴ്സണോട് പറയണം. ഈ കരാറിലൂടെ ഗുണങ്ങൾ മുഴുവൻ എനിക്കാണ്, നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഒപ്പിട്ടാൽ മതി. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ രണ്ടാമതായി പറയുന്നത് ദ പ്രൈസ് വാസ് ആഡിക്വേറ്റ്. ന്യായമായ വിലയായിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുകയൊക്കെ ആണെങ്കിൽ റീസണബിൾ പർച്ചേസ് പ്രൈസിലാണെങ്കിൽ കോടതി അവിടെ ഒന്നും ഇടപെടില്ല. ദെൻ ദ വീക്കർ പാർട്ടി വാസ് ഇൻ റെസിപ്റ്റ് ഓഫ് കോമ്പീറ്റൻറ്റ് ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസ് ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ കോൺട്രാക്ട്.
ഇതിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ആ ബാധിക്കപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ പാവം വ്യക്തി, അദ്ദേഹം ആവശ്യമുള്ള ആളുകളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണോ വേണ്ടത് എങ്കിൽ, നിയമോപദേശമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നേടിയതിന് ശേഷമാണ് സമ്മതം കൊടുത്തിട്ടുള്ളത് എന്ന് സ്ട്രോങ്ങസ്റ്റ് പാർട്ടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉയരുന്നില്ല. എന്നാൽ ഈ പ്രൊവിഷൻസ് എല്ലാം നോക്കുന്ന സമയത്ത് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. കോൺട്രാക്റ്റ് വിത്ത് പർദനാഷൻ വിമൺ. പർദനാഷൻ വിമൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി സ്ത്രീകളുണ്ട്. അവരുടെ മതത്തിൻ്റെ വിശ്വാസം മൂലമോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ട്രഡീഷൻ മൂലമോ പൂർണ്ണമായും ഔട്ട്സൈഡേഴ്സിൽ നിന്ന് വിട്ടുകൊണ്ട്, സെഗ്രഗേറ്റഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ്, ദേ ആർ കീപ്പിംഗ് അണ്ടർ പർദ. എല്ലായ്പ്പോഴും അവർ ഒരു മറയ്ക്കുള്ളിൽ താമസിക്കുന്നത് പോലെ വീടിനുള്ളിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. പുറത്തുള്ള ഔട്ട്സൈഡേഴ്സുമായി യാതൊരു ഇടപാടുകളും ഈ സ്ത്രീകൾ നടത്തുന്നുണ്ടായിരിക്കില്ല. അവരുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു ആചാരപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മതം അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു ചിട്ട ഫോളോ ചെയ്യുന്നതിലൂടെയോ പുറത്തുള്ളവരുമായി യാതൊരു ഇടപാടുകളും നടത്താതെ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളെയാണ് പർദനാഷൻ വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഔട്ട്സൈഡ് ട്രിക്കുകളെ കുറിച്ചൊന്നും ഒരു ബോധവും ഉണ്ടാവില്ല. നമ്മുടെ മാർക്കറ്റിലുള്ള നിയമങ്ങൾ എന്താണ് എന്നോ കോടതിയിലുള്ള നിയമത്തിൻ്റെ വകുപ്പുകൾ എന്താണ് എന്നോ അങ്ങനെ ഔട്ട്സൈഡ് റിലേറ്റഡ് ആയി യാതൊരു ന്യൂസും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പർദനാഷൻ വിമണുമായി നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യമായി ആ സ്ത്രീക്ക് വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണെങ്കിൽ നമ്മളുടെ കരാറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമ്മൾ അവരെ ധരിപ്പിക്കണം. ചിലപ്പോൾ എഴുത്തും വായനയും അറിയാത്ത സ്ത്രീ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ കോൺട്രാക്റ്റ് വിശദമായി വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. അതേപോലെ അവർക്ക് പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും ഉപദേശങ്ങൾ, നിയമസഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്തു കൊടുക്കണം. പിന്നെ ആ സ്ത്രീക്ക് പരിപൂർണ സമ്മതമുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു പർദനാഷൻ വിമണുമായി നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഈ നിയമത്തിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന പർദ്ദയിട്ട ചില സ്ത്രീകളുണ്ട്. ഒരു ഡ്രസ്സിന് നമ്മൾ പർദ്ദ എന്ന് പറയുമല്ലോ, ആ പർദ്ദ ഉപയോഗിച്ച് നടക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ലീഗൽ പ്രൊവിഷൻ ബാധകമല്ല. കാരണം ഇവിടെ പർദ്ദ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഫോം ഓഫ് ഡ്രസ്സ് അല്ല. അവർ പൂർണ്ണമായും ഒരു ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയില്ലേ, അതേപോലെ ഒരു മറയ്ക്കുള്ളിൽ താമസിക്കുന്ന സ്ത്രീകൾ എന്നാണ് പർദനാഷൻ വിമൺ എന്ന് പറയുന്നത്. അല്ലാതെ പർദ്ദ ഉപയോഗിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പർദനാഷൻ വിമൺ എന്ന് പറയുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കില്ല. ആ ഒരു ലീഗൽ പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. അത് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് ഇസ്മായിൽ വേഴ്സസ് അമീർ ബീബി, അവർ തമ്മിലുള്ള കേസിലാണ് പറഞ്ഞത്. ഒരു പർദ്ദ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഡിഗ്രിയിൽ അത് പൂർണ്ണമായും മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വീടിനുള്ളിൽ ഔട്ട്സൈഡേഴ്സുമായി യാതൊരു ഇടപാടുകളും ഇല്ലാതെ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളെയാണ് പർദനാഷൻ വുമൺ എന്നുള്ള ടേമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അപ്പോൾ ഈ കൊയേർഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും രണ്ടിലും നമ്മൾ മറ്റുള്ളവരുടെ സമ്മതം നേടിയെടുക്കുകയാണ്, ന്യായമായ രീതിയിലല്ല. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം? ഏറ്റവും ആദ്യമായി പറയുന്നത് കൊയേർഷനിൽ പാർട്ടീസ് തമ്മിൽ റിലേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളെ ഗുണ്ടകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും, ഗുണ്ടകളും നമ്മൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ പാർട്ടീസ് തമ്മിൽ റിലേഷൻ വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ അങ്ങനെയല്ല, രണ്ട് പാർട്ടീസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു ഡൊമിനേറ്റിംഗ് റിലേഷൻ. രണ്ടാമതായി പറയുന്നത് കൺസെൻറ്റ് ഈസ് ഗിവൺ അണ്ടർ ത്രെട്ട്. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ മുകളിലാണ് സമ്മതം കൊയേർഷനിൽ നേടിയെടുക്കുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസിലോ ബൈ ഡൊമിനേറ്റിംഗ് ദ വിൽ, അവരുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടാണ് സമ്മതം നേടിയെടുക്കുന്നത്, അല്ലാതെ കുറ്റകൃത്യം ചെയ്തിട്ടൊന്നുമല്ല. മൂന്നാമതായി കൊയേർഷനിൽ
ഫിസിക്കൽ ഫോഴ്സാണ് അല്ലെങ്കിൽ ത്രെട്ടാണ്, ഭീഷണിയാണ്. എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിലോ മാനസികമായിട്ടാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ മോറൽ പ്രഷർ അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രഷറാണുള്ളത്. ദെൻ നാലാമതായി പറയുന്നത് കൊയേർഷൻ എന്ന് പറയുന്നത് ഈവൻ ഫ്രം എ സ്ട്രേഞ്ചർ, ഏതെങ്കിലും ഒരു അപരിചിതനിൽ നിന്ന് വരെ വരാം. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ അങ്ങനെയാണ് അല്ല. ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ആ റിലേഷനിലുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. പിന്നെ കൊയേർഷനിൽ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം. എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അൺഡ്യൂ ഇൻഫ്ലുവൻസിലും കോൺട്രാക്റ്റ് വേണമെങ്കിൽ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം. അത് കോടതിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും. ആ കോടതി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കണം. അത് കോടതി, നമ്മളിപ്പോൾ ഈ മനസ്സാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ കോടതിക്ക് ന്യായമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് റീഫണ്ട് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നതായിരിക്കും. ഫ്രീ കൺസെൻറ്റിൽ വരുന്ന നെക്സ്റ്റ് കേസാണ് ഫ്രോഡ്. സെക്ഷൻ 70-ലാണ് ഫ്രോഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഫ്രോഡ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എനി ഇൻറ്റൻഷണൽ ആക്ട് പെർഫോംഡ് വിൽഫുള്ളി ടു ഡിസീവ് അതേഴ്സ്. നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യാണ്. എന്തിനു വേണ്ടി? വേറൊരാളെ ചതിക്കാൻ വേണ്ടി. അപ്പോൾ മറ്റൊരാളെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫ്രോഡ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫ്രോഡ് എന്ന് പറയുമ്പോൾ അതിൽ എനി സജഷൻ, എന്തെങ്കിലും ഒരു ആക്റ്റ് ആവാം അല്ലെങ്കിൽ സജഷൻ ആവാം. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓഫ് ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ. അത് സത്യമല്ല, നമ്മൾ പറയുന്ന ഒരു കാര്യം സത്യമല്ല. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ബൈ വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. ചിലപ്പോൾ നമ്മൾക്ക് തന്നെ അറിയുന്നുണ്ടാവും നമ്മൾ ഈ പറയുന്ന കാര്യം സത്യമല്ല, എന്നിട്ട് നമ്മൾ അത് പറയുന്നു. വേറൊരാളെ ഒരു കരാറിൽ എൻ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടി സത്യമല്ലാത്ത ഒരു കാര്യം സത്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കാം. അവരെ ചതിക്കാൻ വേണ്ടിയാണ്, അത് ഫ്രോഡാണ്. പിന്നെ വരുന്നത് ഏതാ? ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്റ്റ്. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഒളിപ്പിച്ച് വെക്കാം. അപ്പോൾ നമ്മളൊരു കുതിരയെ വിൽക്കുകയാണ്, ആ കുതിരയ്ക്ക് ചെവി കേൾക്കില്ല എന്ന് നമ്മൾക്കറിയാം, പക്ഷേ അത് ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആ കുതിരയെ വിൽക്കുന്നു. അപ്പോൾ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്റ്റ് അതും ഫ്രോഡാണ്. പിന്നെ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു പെർഫോം. നമ്മൾ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്, ആ ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളത് ചെയ്യില്ല. ഇപ്പോൾ നമ്മളോട് പറയാണ്, നീ എൻ്റെ ആ പ്രോപ്പർട്ടി ഒന്ന് വിറ്റ് തരുമോ? അപ്പോൾ ഞാൻ ചെയ്യാം, ഞാൻ നാളെ തന്നെ ശരിയാക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചയുള്ളിൽ ശരിയാക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി എന്തില്ല, അത് വിൽക്കണം എന്നുള്ള ഉദ്ദേശം നമ്മുടെ മനസ്സിൽ പോലുമില്ല. അപ്പോൾ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു ഡു ഇറ്റ് ഓർ പെർഫോം ഇറ്റ്. പിന്നെ വരുന്നത് എനി അതർ ആക്ട് ടു ഡിസീവ്. വേറൊരാളെ ചതിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന മറ്റേതൊരു പ്രവൃത്തികളും. അതേപോലെ ലോ സ്പെസിഫിക്കലി ഡിക്ലെയർഡ് ഫ്രോഡുലൻറ്റ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒമേഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത്, അത് നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ചതിയാണ്, ഇത് വഞ്ചനയിൽപ്പെട്ട പ്രവൃത്തിയാണ് എന്ന് നിയമം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ ചെയ്യാം. ഇതെല്ലാം ഫ്രോഡിൽ വരുന്നതാണ്. അപ്പോൾ ഫ്രോഡിൻ്റെ സവിശേഷത നമ്മൾ അറിയാതെയല്ല ചെയ്യുന്നത്, മനഃപൂർവ്വം ഇൻറ്റൻഷണലി ടു ഡിസീവ് അതേഴ്സാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഫ്രോഡ് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ബൈ ഓർ എനി വൺ വിത്ത് ഹിസ് കൺനിവൻസ് ഓർ ബൈ ഹിസ് ഏജൻറ്റ്. ഈ ഫ്രോഡ് ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുക പറയില്ലേ, മൗനസമ്മതത്തോടെ, ഇയാളുടെ മൗനസമ്മതത്തോടെ ഇയാളുടെ ഏജൻറ്റ് നടത്തുന്നതാവാം. എങ്ങനെയാണെങ്കിലും അത് എന്താണ്? ചതിയാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, A was induced to buy shares of a company on the basis of a false statement made by B.
എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിയുടെ വാക്കുകൾ കേട്ടിട്ട് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുകയാണ്. നല്ല ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ അയാൾക്ക് ലാഭമൊന്നും ഉണ്ടായില്ല. എക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ കമ്പനിക്കെതിരെ? ഇല്ല. കാരണം കമ്പനി ഇയാളോടൊന്നും പറഞ്ഞിട്ടില്ല, ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ സ്ട്രേഞ്ചർ ആണ്, കമ്പനിയല്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ഏജൻ്റ് അല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടറൊക്കെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ദെൻ രണ്ടാമതായി പറയുന്നത് ഫ്രോഡ് മസ്റ്റ് ബി കമ്മിറ്റഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി. വേറൊരാളെ ചതിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്താലേ അത് എന്താവുന്നുള്ളൂ, ഫ്രോഡ് ആവുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥലം വിൽക്കുകയാണ്, ആ സ്ഥലത്ത് ഒരു 100 കിൻഡൽ നെല്ലുണ്ടാവും, നമ്മുടെ ഉത്തമ വിശ്വാസമാണ്, നമ്മളത് അവരോട് പറഞ്ഞു. അവരെ ചതിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾക്ക് അറിയുന്ന രീതി നമ്മൾ പറഞ്ഞു. പക്ഷേ നെല്ല് അതിൻ്റെ പകുതിക്ക് പകുതിയേ ഉണ്ടാവുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അറിയാതെ പറഞ്ഞതാണ്. അപ്പോൾ ചതിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് ഫ്രോഡ് ആവുകയുള്ളൂ. 3, there must be a representation or assertion and it must be false. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് പറയുന്നു, പക്ഷേ അതെന്തായിരിക്കും, തെറ്റായിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ വിൽക്കുമ്പോൾ പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും പുതിയ മോഡലാണ് എന്ന് പറഞ്ഞ് വിൽക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇത് പഴയ മോഡലാണ്, ഒരാൾ ഉപയോഗിച്ചതാണ്, സെക്കൻഡ് ഹാൻഡ് ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ വാങ്ങുന്ന ആളോട് പറയാണ് ഇത് ഫസ്റ്റ് സെയിൽ നിങ്ങൾക്കാണ്, നിങ്ങളാണ് ഇതിൻ്റെ ഫ്രഷ് പർച്ചേസർ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുക. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഫ്രോഡ് വരുന്നത്. പിന്നെ ഒരു കേസ് ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് റിലേറ്റ് ടു എ ഫാക്റ്റ്. നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ, കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ അതുമായി ബാധിക്കുന്ന ഒരു ഫാക്റ്റിനെ കുറിച്ചിട്ടുള്ളതായിരിക്കണം നമ്മൾ പറയുന്ന ഈ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമ്മളൊരു കുതിരയെ വിൽക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ കുതിരയെ കുറിച്ചിട്ടുള്ള കാര്യമാണോ, ഈ കുതിരയുടെ വില 5000 രൂപ, അല്ലാതെ മറ്റേ കുതിരയേക്കാൾ നല്ലതാണ് എൻ്റെ കുതിര, അങ്ങനെ പറയുന്നതൊന്നും എന്തല്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, ഫ്രോഡുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. പിന്നെ വരുന്നത് ദ ഫ്രോഡ് മസ്റ്റ് ഹാവ് ആക്ച്വലി ഡിസീവ്ഡ് ദ അതർ പാർട്ടി. നമ്മൾ ഈ ചതിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്ക് ചതി പറ്റിയിട്ടുണ്ടാവണം. അല്ലാതെ വെറുതെ നമ്മളൊരു വാചകം പറഞ്ഞു എന്ന് വിചാരിച്ച് ചതിയാവില്ല. അതിലൂടെ മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോഴാണ് അവിടെ ഫ്രോഡ് ഉണ്ടാവുന്നുള്ളൂ. ദെൻ കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്റ്റ് ആൾസോ എമൗണ്ട്സ് ടു ഫ്രോഡ്. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം, സത്യസന്ധമായ കാര്യം നമ്മൾ ഒളിച്ചു വെക്കുക. നമ്മളൊരു വീട് വിൽക്കുകയാണ്, ആ വീട്ടിലെ കിണറിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അത് നമ്മൾ ഒളിച്ചു വെച്ചോണ്ട് വിൽപ്പന നടത്തുന്നു. വാങ്ങാൻ വന്ന ആൾ ചോദിച്ചതുമില്ല, നമ്മൾ പറഞ്ഞതുമില്ല. അപ്പോൾ മനഃപൂർവ്വം നമ്മൾക്കത് വിറ്റു പോകണം, അവർക്ക് വെള്ളം കിട്ടാതിരിക്കണം എന്നൊക്കെ വിചാരിച്ചാലേ ചതിയാവുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ വിൽപ്പനകളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ബയർ ബിവയർ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. പൈസ കൊടുത്ത് വാങ്ങുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നൽകേണ്ടത്. അപ്പോൾ എപ്പോഴും ബയേഴ്സ് അവെയർ ആയിരിക്കണം, അല്ലാതെ വെറുതെ ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ചത് കൊണ്ട് ചതിയാവില്ല. മനഃപൂർവ്വം നമ്മൾക്ക് നഷ്ടം സംഭവിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചതാണെങ്കിലേ ചതിയായി മാറുന്നുള്ളൂ. പിന്നെ പറയുന്നത് എന്താ, ദ പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് സഫേർഡ് സം ലോസ്. നമ്മൾ ഈ ചതി ചെയ്യുന്നതിലൂടെ സെക്കൻഡ് പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഫ്രോഡ് ഉണ്ട്, ചതി നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ആക്ച്വലി ഡെലിവേർഡ് ടു, അതായത് അപ്പോൾ നമ്മൾ ഡിസീവ് ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം. ഇപ്പോൾ എക്സാമ്പിൾ പറയേണ്ട ഹോസ്വാൾ വേഴ്സസ് തോമസ്, അതിലൊരു കാനണിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലൊരു മെറ്റൽ പ്ലഗ് ഉള്ളത് കൺസീൽ ചെയ്തു, ബി അത് പരിശോധിച്ചില്ല, വാങ്ങിച്ചു, അതേപോലെ പേയ്മെൻറ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ആ കാനൺ ബേസ്റ്റ് ചെയ്തപ്പോൾ ബി പേയ്മെൻറ്റ് കൊടുത്തില്ല, ബിഫോർ പേയ്മെൻ്റാണ്, പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ ആണ് സംഭവിച്ചത്. അപ്പോൾ ബി റെഫ്യൂസ്ഡ് ടു പേ. അപ്പോൾ എന്താ കോടതി പറഞ്ഞത്, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ബി വാസ് ബൗണ്ട് ടു പേ. അദ്ദേഹം അത് കൊടുക്കണം, പൈസ കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞത്. കാരണം ബി അത് പരിശോധിച്ചിട്ടുമില്ല, പിന്നെ അവിടെ ഒരു മെറ്റൽ പ്ലഗ് ഉണ്ടെന്ന് ഇവരെ ചതിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുമില്ല. പിന്നെ
ചില സമയങ്ങളിൽ കൃത്യമായി ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, ഡസ് സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ്? നമ്മൾ സാധാരണ മൗനം സമ്മതം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ മൗനം ചില സമയങ്ങളിൽ ഫ്രോഡായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. മിണ്ടാതിരിക്കലും ഒരു തരത്തിലുള്ള പറ്റിക്കലാണ് അല്ലെങ്കിൽ ചതിക്കലാണ്. അത് ഏതൊക്കെ കേസിലാണ് വരാം? വേർ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ആർ സച്ച് ദാറ്റ് റിഗാർഡ് ബീയിങ് ഹാഡ് ടു ദം, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സൺ കീപ്പിംഗ് സൈലൻസ് ടു സ്പീക്ക്. ഒരു വ്യക്തി ഒരു കാര്യം തുറന്ന് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. ആ സമയത്ത് അദ്ദേഹം മിണ്ടാതിരിക്കുക. അപ്പോൾ ആ മൗനം ചതിക്കലാണ്. അദ്ദേഹം അത് വ്യക്തമായി പറയേണ്ട സമയമാണ്. അതായത് ഫിഡ്യൂഷ്യറി റിലേഷൻ, അദ്ദേഹവുമായി അത്രയും ഉത്തമ വിശ്വാസത്തിലാണ് നമ്മൾ ആ കരാറിൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഗുഡ് ഫെയ്ത്ത്, പരമമായ ഉത്തമ വിശ്വാസം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കേസിൽ അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, വേർ സൈലൻസ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് ഈക്വലൻ്റ് ടു സ്പീച്ച്. ചില സമയത്ത് മൗനം സംസാരത്തിന് തുല്യമാവാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഡിനൈ ഇറ്റ്, നിങ്ങളിത് നിഷേധിക്കുന്നില്ല എങ്കിൽ, ഐ ഷാൽ അസ്യൂം ദാറ്റ് ദ ഹോസ് ഈസ് സൗണ്ട്, ഹോസ് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ ഇയാളത് നിഷേധിച്ചില്ല, മിണ്ടാതിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഹോസ് സൗണ്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എയുടെ മൗനം, അതായത് നിങ്ങളിത് നിഷേധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളിത് സ്വീകരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അയാൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അയാളുടെ മൗനം എന്തിനു തുല്യമാണ്? ഈക്വലൻ്റ് ടു സ്പീച്ചാണ്. അതേസമയം വെറുതെ നമ്മളൊന്നും ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല, വെറുതെ അയാളൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്കത് ചതിയാണ് എന്ന് പറയാൻ പറ്റില്ല. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഉള്ള കേസുകളിൽ നമ്മൾ ഒരാളെ, ഒരു സെല്ലറെ വിശ്വസിച്ചുകൊണ്ടൊക്കെ ഒരു പർച്ചേസ് നടത്തുന്ന സമയത്ത് ഇത് നല്ലതല്ലേ എന്ന് നിങ്ങളെ വിശ്വസിച്ച് ഞാൻ വാങ്ങുന്നു എന്ന് പറയുമ്പോഴൊക്കെ അദ്ദേഹം മിണ്ടാതെ ഇരുന്നാൽ അതിലെന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ആ മൗനം ഫ്രോഡിന് ഈക്വലൻ്റാണ്. ഇനി കോൺസിക്വൻസസ് ഓഫ് ഫ്രോഡ്, നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിനെയും കൊയാഷനെയും പോലെ തന്നെയാണ്. ഫ്രോഡ് നടന്നിട്ടുണ്ട്, ഫ്രോഡിലൂടെയാണ് കൺസെൻറ്റ് നേടിയിട്ടുള്ളത് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിൻവാങ്ങാം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. പക്ഷേ കൃത്യമായി ഫ്രോഡുലാർ എലമെൻറ്റ്സ് നമ്മളവിടെ തെളിയിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റ് റീസണബിൾ ടൈമിനുള്ളിൽ നമ്മൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം. പക്ഷേ എന്തൊക്കെ കേസുണ്ട്? വെൻ ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് കോസ്ഡ് ബൈ ഫ്രോഡുലൻറ്റ് സൈലൻസ് ഹാഡ് ദ മീൻസ് ഓഫ് ഡിസ്കവറിങ് ദ ട്രൂത്ത് വിത്ത് ഓർഡിനറി ഡെലിജൻസ്. ചില കേസിൽ നമ്മൾക്ക് കരാറ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ മറ്റേയാൾ എന്നെ പറ്റിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കോടതി പ്രൊട്ടക്ഷൻ തരില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മഴക്കാലത്ത് തന്നെയാണ് നമ്മളൊരു വീട് വാങ്ങിക്കാൻ പോയി. ആ സമയത്ത് ആ കിണറിൽ വെള്ളമില്ല എന്ന് വിചാരിക്കാം. മഴക്കാലത്തെ വെള്ളമില്ലെങ്കിൽ വേനൽക്കാലത്ത് ആ കിണറിൽ വെള്ളം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഏതൊരു സാധാരണക്കാരനും നോക്കിയാൽ മനസ്സിലാക്കാം, അത്ര ഉയരത്തിലാണ്, ആ കിണറിൽ ഫുള്ള് പാറയാണ്, മഴക്കാലത്ത് അതിൽ വെള്ളമില്ല. അപ്പോൾ ഒരു ഓർഡിനറി ആൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വേനൽക്കാലത്ത് അതിൽ വെള്ളം ഉണ്ടാവില്ല എന്ന്. പക്ഷേ പിന്നീട് നമ്മൾ അയ്യോ ഞാൻ ഈ വീട് വാങ്ങിച്ചു, ഇതിൽ വേനൽക്കാലത്ത് വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് പറ്റിച്ചു എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. കാരണം സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മറ്റൊരാൾ ചതിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കരുത്. അതേപോലെ തന്നെ ഈ ഫ്രോഡിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷവും നമ്മൾ അതിൽ നിന്ന് ബെനിഫിറ്റുകളൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ രണ്ടാമത്തെ പാർട്ടി നമ്മളെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ദെൻ പാർട്ടീസ് കനോട്ട് ബി റീസ്റ്റോർ ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. ഫ്രോഡ് മൂലം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, രണ്ടുപേരും ബെനിഫിറ്റ്സ് ഒക്കെ റിസീവ് ചെയ്തു. ആ റിസീവ് ചെയ്ത ബെനിഫിറ്റ്സ് തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് മനസ്സില്ലെങ്കിൽ ഇവർക്ക് കരാറിൽ നിന്ന് ക്യാൻസലേഷൻ അല്ലെങ്കിൽ റിസൈൻ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ആരുടെ സമ്മതമാണോ ഫ്രീ അല്ലാത്തത് അവർ ആ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അതല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ദെൻ ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ ആൾസോ സ്യൂ ഫോർ ഡാമേജസ്.
ആർക്കാണോ നഷ്ടം സംഭവിച്ചത്, ചതിയിലൂടെ നഷ്ടം പറ്റിയത് എങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഫ്രോഡ് എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആണ്, സിവിൽ നിയമത്തിന് കീഴിൽ വരുന്ന ഒരു തെറ്റാണ്, അല്ലാതെ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അപ്പോൾ അതിന് ഡാമേജസ് ലഭിക്കും, നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. അത്രയുമാണ് ഫ്രോഡിനെ അടിസ്ഥാനമാക്കി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന പരിഹാരമാർഗ്ഗം. മിസ്റെപ്രസെൻറ്റേഷൻ ഫ്രീ കൺസെൻറ്റിൽ വരുന്ന നെക്സ്റ്റ് കേസാണ്. കോയാഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും ഫ്രോഡും അതിനുശേഷം വരുന്നതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് representation wrongly made either innocently or intentionally. നമ്മൾ പറയുന്ന നമ്മൾക്കുള്ള ചില ധാരണകൾ അത് മനഃപൂർവമോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മൾക്കുണ്ടാകുന്ന ചില തെറ്റായ ധാരണകളെയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ഒരു വ്യക്തി പറയുന്ന ചില വാചകങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അത് ഒരു കോൺട്രാക്റ്റിലേക്ക് വേറൊരു വ്യക്തിയെ എത്തിക്കുകയാണെങ്കിൽ അത്തരം കരാറുകളെയാണ് കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി മനഃപൂർവ്വമല്ല വേറൊരാളെ ചതിക്കണമെന്ന് വിചാരിച്ചൊന്നും പറയുന്നതല്ല, അയാൾക്ക് അതാണ് ശരി, ആക്ച്വലി അത് തെറ്റായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ധാരണയിൽ അതാണ് ശരി, അതാണ് കാര്യം, അദ്ദേഹം അത് പറയുന്നു. അതിൽ സെക്ഷൻ 18 പറയുന്നുണ്ട് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒന്ന് പോസിറ്റീവ് അസേർഷൻ, എന്തെങ്കിലും ഒരു നല്ല കാര്യം കൂട്ടി പറയാം, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, എന്തെങ്കിലും ഒരു അവർ ചെയ്യേണ്ട കടമയിൽ ഉണ്ടാകുന്ന ചില ലംഘനങ്ങൾ, അല്ലെങ്കിൽ ഇൻഡ്യൂസിങ് മിസ്റ്റേക്ക് എബൌട്ട് സബ്ജക്റ്റ് മാറ്റർ, നമ്മൾക്ക് ആ കോൺട്രാക്റ്റിൻ്റെ മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റുകൾ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പോസിറ്റീവ് അസേർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വണ്ടി വിൽക്കുകയാണ്, ഇത് 1 ലിറ്ററിൽ 20 കിലോമീറ്റർ പോവും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതാണ്. പക്ഷെ വാങ്ങിച്ച ആൾ എണ്ണയൊക്കെ അടിച്ച് ഓടിച്ചു നോക്കുമ്പോൾ 15 കിലോമീറ്ററേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അതൊരു മിസ്റെപ്രസെൻറ്റേഷൻ ആണ്, ആ വിറ്റ വ്യക്തിക്ക് വന്ന തെറ്റിദ്ധാരണയാണ്, അദ്ദേഹത്തിന് അറിയില്ല ആക്ച്വലി ഇത് എത്ര പോകുമെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇത് 20 കിലോമീറ്റർ പോകുമെന്നായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞു. ദെൻ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥലം വിൽക്കുകയാണ്, ആ സ്ഥലം കുറേ കാലമായിട്ട് നമ്മുടെ ചെറിയച്ഛനാണ് നോക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസം ആ സ്ഥലത്തിന് മുകളിൽ യാതൊരു ബാധ്യതകളും ഇല്ല, എല്ലാ നികുതിയും അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞു, ശരിക്കും നമ്മൾ വിൽക്കുമ്പോൾ നമ്മളാണ് അതുവരെയുള്ള പേപ്പേഴ്സൊക്കെ അപ് ടു ഡേറ്റ് ആക്കി കൊടുക്കേണ്ടത്. നമ്മൾ വാങ്ങിക്കുന്ന ആളോട് പറഞ്ഞു ഇതെല്ലാം പക്ക ക്ലിയർ ആയിട്ടുള്ള സെയിലാണ്, എല്ലാ പേപ്പറും കറക്റ്റാണ്, എല്ലാ പേയ്മെൻറ്റും ഡ്യൂ ആയിട്ടുള്ള പേയ്മെൻറ്റും ഒക്കെ അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ആക്ച്വലി അവിടെ 1 കൊല്ലത്തെ നികുതി അടച്ചിട്ടില്ല എന്ന് വിചാരിക്കാം, നമ്മുടെ ഡ്യൂട്ടിയിൽ വരുന്ന ഒരു വീഴ്ചയാണ്, പക്ഷെ നമുക്കറിയില്ല, നമ്മളത് വിൽപ്പന നടത്തി വാങ്ങുന്ന ആളാണ് ആ നികുതി കൊടുക്കേണ്ടി വന്നതെങ്കിൽ നമ്മൾ ആ പൈസ പിന്നീട് തിരിച്ചു കൊടുത്താൽ മതി, നമ്മൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണ. ദെൻ മൂന്നാമതായി പറയുന്നത് ഇൻഡ്യൂസിങ് മിസ്റ്റേക്ക് എബൌട്ട് സബ്ജക്റ്റ് മാറ്റർ, കോൺട്രാക്റ്റിൽ വരുന്ന സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റ്, നമ്മൾക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള ഒരു വിശ്വാസം അത് വാങ്ങുന്ന ആളിലും ഉണ്ടാക്കുക, നമ്മൾ മനഃപൂർവ്വമല്ല നമ്മൾക്ക് അറിയില്ല, അങ്ങനെ വരുന്ന കേസുകളാണ് മിസ്റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. അപ്പം അതിൽ എസെൻഷ്യൽസ് ആയിട്ട് പറയുന്നത് ഒന്ന്, ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇന്നസെൻ്റ്ലി, നമ്മൾ മനഃപൂർവ്വം ഒരാളെ ചതിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ സത്യമെന്ന് ഓണസ്റ്റ്ലി ബിലീവ് ചെയ്യുന്ന കാര്യം വേറൊരാളോട് പറഞ്ഞു, പക്ഷെ ആക്ച്വലി അതെന്താണ്, തെറ്റാണ്, അതാണ് സാധ്യത. ദെൻ രണ്ടാമത്തേത് ഇറ്റ് ഷുഡ് ബി ഫാക്ട്സ് മെറ്റീരിയൽ ടു ദ കോൺട്രാക്ട്, കരാറിൻ്റെ മെയിൻ കാര്യത്തെക്കുറിച്ചിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ തെറ്റായാണ് വിശ്വസിച്ചിട്ടുള്ളത്, നമ്മൾ അത് തന്നെ സെക്കൻഡ് പാർട്ടിയോടും പറയുന്നു. ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസിങ് ദ അതർ പാർട്ടി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, നല്ല വണ്ടിയാണ് നല്ല മൈലേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ ആളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണ്, നമ്മൾ പറഞ്ഞതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾക്ക് ശരിയാണ്, പക്ഷെ ആക്ച്വലി പ്രാക്ടീസിൽ വരുമ്പോൾ ചിലപ്പോൾ അത് തെറ്റായിട്ട് വരും. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് ദ ഫാൾസ് റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ വൺ പാർട്ടി ടു ദ കോൺട്രാക്ട് ടു ദ അതർ ഹു ഈസ് മിസ്ലീഡ്, ഒരാളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് നമ്മളൊരു കരാറിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പറയുന്നുണ്ട് പീക്ക് വേഴ്സസ് ഗേണി, ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരാൾ
അലോട്ടി കൈമാറി വരില്ലേ ഷെയർ. ഇപ്പോൾ എ പറയാണ് ഇത് നല്ല ഷെയർ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിറ്റു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേറൊരാൾ വാങ്ങിച്ചു. പക്ഷേ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനും പറ്റില്ല. കാരണം കമ്പനിയുടെ പ്രോസ്പെക്ടസിന് കമ്പനിയാണ് ഉത്തരവാദി. ഈ ഷെയർ കൈമാറി വരുമ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത ഒരാൾ പറഞ്ഞൊരു കാര്യത്തിന് കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ മിസ്റെപ്രസെൻറ്റേഷൻ സാധ്യതകളുണ്ട്. മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്രോഡിൻ്റെ പോലൊക്കെ തന്നെയാണ്. നമ്മൾക്ക് വേണമെങ്കിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, അതല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ എഗ്രീഡ് പാർട്ടിക്ക് കുഴപ്പമില്ല ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻസിസ്റ്റ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അതുമല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ വരുന്നത് ചില സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം നമ്മൾക്ക് നഷ്ടപ്പെടും. എപ്പോഴൊക്കെയാണ്? ഇഫ് ഹി കുഡ് ഡിസ്കവർ ദ ട്രൂത്ത് വിത്ത് ഓർഡിനറി ഡെലിജൻസ്. നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞില്ലേ, ഒരു സാമാന്യ ബുദ്ധിക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ദെൻ നമ്മൾ നൽകിയ കൺസെൻറ്റിൽ മിസ്റെപ്രസെൻറ്റേഷൻ ബാധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കരാർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് അറിഞ്ഞുകൊണ്ടും നമ്മൾ ആ കരാറിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ തേർഡ് പാർട്ടി എന്തെങ്കിലും അവകാശങ്ങൾ ആ സബ്ജക്റ്റ് മാറ്ററിൽ ഗുഡ് ഫെയ്ത്തിൽ പ്രോപ്പർ കൺസിഡറേഷൻ കൊടുത്ത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റിൽ നമ്മൾ നേടിയ ബെനിഫിറ്റ്സ് എല്ലാം റീസ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിലും കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അടുത്തത്. ഫ്രോഡിൽ നമ്മൾക്കറിയാം എന്താണ്, ഇൻറ്റൻഷനലി മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ചെയ്യാണ്. മിസ്റെപ്രസെൻറ്റേഷനിൽ അങ്ങനെയല്ല, ഇന്നസെൻ്റലിയാണ്, നമ്മൾ അറിയാതെയാണ് ചെയ്യുന്നത്. ഫ്രോഡിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ മിസ്റെപ്രസെൻറ്റേഷനിൽ അങ്ങനെയല്ല, നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ അവരോട് പറയുന്നത്. പക്ഷെ അത് ആക്ച്വലി തെറ്റായ കാര്യമാണ്. ദെൻ ഫ്രോഡിൽ ഒരാളെ ചതിക്കണമെന്നാണ് ഇൻറ്റൻഷൻ, മിസ്റെപ്രസെൻറ്റേഷനിൽ ഒരാളെ ചതിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഇല്ല. പിന്നെ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ എഗ്രീവ് പാർട്ടിക്ക് ഡാമേജസിന് ക്ലെയിം കൊടുക്കാം ഫ്രോഡിൽ. പക്ഷേ ക്യാൻസൽ ചെയ്യാം, ഡാമേജിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ഏതിൽ? മിസ്റെപ്രസെൻറ്റേഷൻ. കാരണം നമ്മൾ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദെൻ ലാസ്റ്റിൽ വരുന്നത് സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ. ഇതിൽ അഗ്രീഡ് പാർട്ടി കനോട്ട് അവോയ്ഡ് ദ കോൺട്രാക്ട് ഇഫ് ഹി ഹാഡ് ദ മീൻസ് ഓഫ് ഡിസ്കവറിങ് ദ ട്രൂത്ത്. സാമാന്യ ബുദ്ധി കൊണ്ട് സത്യം മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഒരു കാര്യം നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരോട് അത് പറയുന്നു, എന്നിട്ട് അവർ തെറ്റിദ്ധരിച്ചിട്ട് കരാറിൽ ഏർപ്പെടുന്നു. തെറ്റായ ധാരണ, മിസ്റെപ്രസെൻറ്റേഷൻ. ഫ്രീ കൺസെൻറ്റിൻ്റെ കേസിൽ വരുന്ന ലാസ്റ്റ് കേസ് മിസ്റ്റേക്ക്. മിസ്റ്റേക്കിലൂടെയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല, വോയിഡാണ്. മിസ്റ്റേക്ക് മീൻസ് ആൻ എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്കുള്ള ഒരു തെറ്റായ വിശ്വാസമാണ് മിസ്റ്റേക്ക്. അത് തെറ്റാണ്, നമ്മളുടെ അറിവില്ലായ്മയാണ്. പക്ഷേ ഈ മിസ്റ്റേക്ക് മൂലം നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. ഈ മിസ്റ്റേക്കിനെ ഒരുപാട് ടൈപ്പ്, അതായത് കുറേ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യമായി 2 തരം മിസ്റ്റേക്കുകളാണ് നമ്മൾക്ക് സാധാരണ സംഭവിക്കുന്നത്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന തെറ്റുകൾ ഒന്നുകിൽ മിസ്റ്റേക്ക് ഓഫ് ലോ ആവും, നിയമത്തെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്, ആ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്റ്റുകളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ. അപ്പോൾ ഈ മിസ്റ്റേക്ക് ഓഫ് ലോവിൽ 2 കേസ് വരാം, ഇന്ത്യൻ ലോ ആൻഡ് ഫോറിൻ ലോ. ലോവിൻ്റെ കേസിൽ അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഫോറിനിലാണെങ്കിലും എല്ലാം നമ്മൾ സാധാരണ ഫോളോ ചെയ്യേണ്ട ഒരു നിയമം എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്.
നമ്മൾക്ക് ഒരു കോടതിയിലും എക്സ്ക്യൂസ് കിട്ടില്ല. ആ നിയമം ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് എക്സ്ക്യൂസ് കിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ബേസിക് ആയിട്ട് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നിട്ട് അയാളെ കൊന്നാൽ എനിക്ക് തടവ് ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കോടതി അയാളെ വെറുതെ വിടില്ല. അതേപോലെ നമ്മൾ ഫോറിൻ രാജ്യത്ത് ചെന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് കയറ്റുമ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ബേസിക് റൂൾസ് ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതൊക്കെ ബേസിക് റൂൾസ് ആണ്. ഒരിക്കലും നിയമം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെയും ഒരു കരാറിൽ നിന്നും കോടതി വെറുതെ വിടില്ല. നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒരു പൗരൻ്റെ കടമയാണ്. പിന്നെ വരുന്നതാണ് ഫാക്റ്റ്. കോൺട്രാക്റ്റുമായി റിലേറ്റ് ചെയ്തിരുന്ന ഫാക്റ്റുകളിൽ വരുന്നത്. അവിടെ രണ്ട് രീതിയിൽ വരാം. ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന സമയത്ത് രണ്ടു പേർക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന രണ്ടു പേർക്കും ഒരേപോലെ സംഭവിക്കുന്ന തെറ്റാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ വരുന്നത്. അപ്പോൾ അവിടെ ബോത്ത് ദ പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക്. രണ്ട് പാർട്ടികളും മിസ്റ്റേക്ക് ചെയ്യുന്നു. മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ലോ. അവിടെ നിയമത്തിലല്ല നമ്മൾക്ക് തെറ്റ് പറ്റുന്നത്. ഇപ്പോൾ ഒരു പെയിൻറ്റിങ് നമ്മൾ വാങ്ങുകയാണ്, 20,000 രൂപയാണെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചു. ആക്ച്വലി അതിന് 2,000 ഉള്ളൂ വിചാരിക്കാം. നമ്മുടെ കുറ്റമാണ്. അതിൻ്റെ വാല്യൂ കൃത്യമായി മനസ്സിലാക്കി വാങ്ങാത്തത് നമ്മുടെ തെറ്റാണ്. ഒരിക്കലും അതിന് കോടതി നമ്മളെ അതിൽ നിന്ന് റിലീസ് ചെയ്യില്ല. അതേപോലെ തന്നെ മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു ആൻ എസെൻഷ്യൽ ഫാക്ട്. നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ അതിനെക്കുറിച്ച് പറ്റുന്ന തെറ്റ്. ഇപ്പോൾ കുതിര, നമ്മൾ കുതിരയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ കുതിരയ്ക്ക് ചെവി കേൾക്കില്ലെങ്കിൽ ആ കുതിരയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഫാക്റ്റുകളിൽ വരുന്ന മിസ്റ്റേക്കുകളിൽ രണ്ടുപേർക്കും മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ എയും ബിയും രണ്ടുപേരെ കാരം, മാരുതി ഫിയറ്റ് നമ്മൾ വിൽക്കുന്ന കാര്യം ഇതിൻ്റെ മുന്നേ പറഞ്ഞതാണ്. എ വിചാരിച്ചു മാരുതിയാണെന്ന്, ബി വിചാരിച്ചു ഫിയറ്റാണ്. അപ്പോൾ രണ്ടുപേർക്കും തെറ്റുപറ്റി, അവിടെ ഒരു കരാർ രൂപീകരിക്കപ്പെടുന്നേ ഇല്ല. ദെൻ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് രണ്ട് പാർട്ടീസിനും വരുന്നത് രണ്ട് കേസിലാണ്. ഒന്ന് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, പിന്നെ ഒന്ന് സബ്ജക്റ്റ് മാറ്റർ. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ചില കരാറുകൾ നമ്മൾ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് പോസിബിൾ ആണ് എന്ന് തോന്നും, പിന്നീട് അത് ഇമ്പോസിബിൾ ആയി തീരും. അത് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയും വരാം, ലീഗൽ ഇമ്പോസിബിലിറ്റിയും വരാം. ഇപ്പോൾ നമ്മൾ ഒരു മല കയറാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പൈസ വാങ്ങിച്ചു. അത് കയറണതിൻ്റെ മുന്നേ നമ്മൾക്ക് ആക്സിഡൻറ്റ് പറ്റി കാലും കൈയും എല്ലാം തകർന്ന് നമ്മൾ കിടപ്പിലായി എന്ന് വിചാരിക്കാം. നമ്മൾക്ക് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്. ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2,000 രൂപയുടെ നോട്ട് പെട്ടെന്ന് ഒരു ദിവസമാണ് നിരോധിച്ചത്. അപ്പോൾ അതുവരെ നമ്മൾക്ക് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ പ്രൈസ് ഫുൾ 2,000 നോട്ട് വേണം എന്ന് നമ്മൾ പ്രൊവിഷൻ വെച്ചു. ഗവൺമെൻറ് അത് നിരോധിച്ചു. പിന്നീട് നമ്മൾക്ക് ആ കോൺട്രാക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല, ലീഗൽ ഇമ്പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇമ്പോസിബിലിറ്റിയിൽ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയോ ലീഗൽ ഇമ്പോസിബിലിറ്റിയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. പിന്നെ മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു സബ്ജക്റ്റ് മാറ്റർ ആണ്. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ നമ്മൾ 10 ചാക്ക് അരി ഓർഡർ ചെയ്തു, പക്ഷെ അത് 5 കിലോൻ്റെ ചാക്കാണോ 10 കിലോൻ്റെ ചാക്കാണോ എന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ക്വാണ്ടിറ്റിയെക്കുറിച്ച് മിസ്റ്റേക്ക് വരാം. ക്വാളിറ്റി, ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി വേണോ സെക്കൻഡ് ക്ലാസ് ക്വാളിറ്റി വേണോ നമ്മൾ പറഞ്ഞില്ല, സെല്ലർ ചോദിച്ചതുമില്ല. സെല്ലർ ഫസ്റ്റ് ക്ലാസ് കൊടുത്തയച്ചു, നമുക്ക് സെക്കൻഡ് ക്ലാസ് മതി എന്ന് വിചാരിക്കാം, അവിടെ മിസ്റ്റേക്കാണ്. പ്രൈസ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ 100 രൂപയുടെയാണ് ഏൽപ്പിച്ചത്, അയാൾ 1000 രൂപയുടെയാണ് കൊടുത്തയച്ചതെന്ന് വിചാരിക്കാം, അവിടെ രണ്ടുപേർക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. അതേപോലെ ഐഡൻറ്റിറ്റി, സബ്ജക്റ്റ് മാറ്റർ ഏതാണ്. ഇപ്പോൾ ഹൗസ് ആണെങ്കിൽ പറയുന്നുണ്ട് ഡൽഹിയിലെ ഹൗസ് വിൽക്കാമെന്ന് പറഞ്ഞു, അപ്പോൾ സൗത്ത് ഡൽഹിയിലും ഒരു ഹൗസ് ഉണ്ട്, അത് ഏതാണെന്ന് കൺഫ്യൂഷനായി, അപ്പോൾ അവിടെ മിസ്റ്റേക്കാണ്. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ആ പ്രോഡക്റ്റ് ചിലപ്പോൾ കുതിര കച്ചവടം നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് കുതിര അവിടെ അതിൻ്റെ കൂട്ടിൽ മരിച്ചു വീണിട്ടുണ്ടെന്ന് വിചാരിക്കാം, നമ്മൾക്കറിയില്ല, അവിടെ മിസ്റ്റേക്ക് പറ്റാം. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ് നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് എല്ലാം നമ്മൾക്ക്
മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അപ്പോൾ അവിടെയൊന്നും കരാറുകൾ, വാലിഡ് കരാറുകൾ രൂപീകരിക്കപ്പെടുന്നില്ല. പിന്നെ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി, ലീഗൽ ഇമ്പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് വരുന്നത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കാണ് തെറ്റ് സംഭവിക്കുന്നത്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ആ കരാറിനെ കുറിച്ച് എല്ലാ ബോധ്യവും ഉണ്ട്. എന്താണ് ടേംസ്, എന്തൊക്കെയാണ്, എന്തിനെ ബേസ് ചെയ്താണ്, എല്ലാം ഫുൾ അവെയർ ആണ്. സെക്കൻഡ് പാർട്ടിയാണ് അബദ്ധം പറ്റുന്നത്, തെറ്റ് പറ്റുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡ് ആവില്ല. കാരണം ആരാണോ ശ്രദ്ധയില്ലാതെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്, ഹി ഹാസ് ടു ഫേസ് ദ കോൺസിക്വൻസ്. അവൻ്റെ അശ്രദ്ധയുടെ ഫലം അവൻ തന്നെ അനുഭവിക്കണം. അതല്ലാതെ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ എന്തിനെ കുറിച്ചൊക്കെ വരാം? ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ. ഇപ്പൊ എയും ബിയും സിയും, സി ആണ് എന്ന് വിചാരിച്ച് എക്ക് നൽകേണ്ട പൈസ നമ്മൾ ബിക്ക് കൊടുത്തു. അപ്പോൾ ഈ വ്യക്തി സ്വന്തം ഐഡന്റിറ്റി ഒളിപ്പിച്ച് വെച്ച് അതിന്റെ ബെനിഫിറ്റ് ഒക്കെ റിസീവ് ചെയ്തു. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാം. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഒരു കോടീശ്വരന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് ലേക്ക് വേഴ്സസ് സിമ്മൺസിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു ജ്വല്ലറി പോയിട്ട് ഒരു കോടീശ്വരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുന്ന് 2 പേൾ നെക്ലസ് ഒക്കെ വാങ്ങിച്ചു. ആ പൈസ അയാൾ തരുമെന്ന് പറഞ്ഞു, ആ കോടീശ്വരൻ തരുമെന്ന് പറഞ്ഞ് ബില്ല് എഴുതി പോയി. ആ സ്ത്രീ അത് വേറൊരാളുടെ അടുത്ത് പണയം വെച്ച് കുറച്ച് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ പണയം വാങ്ങിച്ച ആൾക്കറിയില്ല ഇത് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ തട്ടിപ്പിലൂടെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണെന്നൊന്നും അറിയില്ല. ജ്വല്ലറിക്കാർക്കും പറയാൻ പറ്റില്ല. ജ്വല്ലറിക്കാർ ആ കോടീശ്വരൻ്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, കരാറിൽ എൻ്റർ ചെയ്തത്. അപ്പോൾ ബ്രോക്കർ എന്ത് ചെയ്യണം, നെക്ലസ് ജ്വല്ലേഴ്സിന്, ആ ജ്വല്ലർക്ക് തിരിച്ചു കൊടുക്കണം. കാരണം ജ്വല്ലർ ഇൻറ്റൻഡഡ് ടു ഡീൽ നോട്ട് വിത്ത് ഹെർ. ആ കള്ളത്തിയുമായിട്ടല്ല ഇവർക്ക് ഇടപാട്. ആരുമായിട്ടാണ്? വൈഫ് ഓഫ് ബാരോൺ. ഇവരുടെ വിചാരം ഈ സ്ത്രീ ആ കോടീശ്വരൻ്റെ ഭാര്യയാണെന്നല്ലേ. അപ്പം അങ്ങനെ ഐഡന്റിറ്റിയുമായി റിലേറ്റ് ചെയ്ത് തെറ്റിദ്ധാരണകൾ വരാം, തെറ്റുകൾ സംഭവിക്കാം. പിന്നെ ലാസ്റ്റിൽ വരുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദ നാച്ചർ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒരു വ്യക്തി വയസ്സായ ആളാണ്, അയാൾ ഒരു ഡോക്യുമെൻറ്റിൽ ഒപ്പിട്ടു. അയാളുടെ വിചാരം എന്തായിരുന്നു? ആ ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ ഫോസ്റ്റർ വേഴ്സസ് മാക്കിന്നൺ, അതിൽ ഒരു ഓൾഡ് ഇല്ലിറ്ററേറ്റ് മാൻ ആണ് ഇദ്ദേഹം. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അദ്ദേഹം ഒപ്പിട്ടു. അയാളോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബൈ മീൻസ് ഓഫ് എ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇറ്റ് വാസ് മിയർ എ ഗ്യാരണ്ടി. ഇതൊരു ഗ്യാരണ്ടി പേപ്പർ ആണ് പറഞ്ഞിട്ടാണ് അയാളെ ഒപ്പിടിപ്പിച്ചിരുന്നത്. പക്ഷെ കോടതി പറഞ്ഞു അദ്ദേഹത്തിന് ബാധ്യതകളൊന്നുമില്ല. കാരണം എന്താണ്? അയാൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലല്ല അയാൾ ഒപ്പിടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, തെറ്റിപ്പിച്ച് ചെയ്തതാണ്. അപ്പോൾ മിസ്റ്റേക്കുകൾ യൂണിലാറ്ററലായിട്ട് വരാം. പിന്നെ എന്താണ് എഫക്റ്റ് ഓഫ് മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് പറ്റിയാൽ, ഒന്ന്, 2 പാർട്ടീസും മിസ്റ്റേക്ക് ആണെങ്കിൽ എഗ്രിമെൻ്റ് ഈസ് വോയിഡ്, വിലയില്ലാത്തതാണ്. പിന്നെ യൂണിലാറ്ററൽ മിസ്റ്റേക്കുകളിൽ കോൺട്രാക്റ്റ് ഈസ് നോട്ട് വോയിഡ്. കാരണം ഒരു വ്യക്തിക്കാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. ദെൻ മൂന്നാമതായി പറയുന്നത്, എന്തെങ്കിലും അഡ്വാൻറ്റേജുകൾ ഈ എഗ്രിമെൻറ്റിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. ദെൻ ലാസ്റ്റിൽ പറയുന്നത്, ടു ഹൂം മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് മസ്റ്റ് റീപേ. നമ്മളിപ്പോൾ എ ആണെന്ന് തെറ്റിദ്ധരിച്ച് ബിക്ക് ഒരു 1,00,000 രൂപ കൊണ്ടേ കൊടുത്തു. ഞാൻ തരാനുള്ള കടമാണ് എന്ന് പറഞ്ഞ് കൊണ്ടേ കൊടുത്തു. അദ്ദേഹം അത് നൈസായിട്ട് വാങ്ങിച്ച് വെച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ കേസിന് പോയാൽ തെറ്റിദ്ധാരണ കൊണ്ട് ആൾ മാറി കൊടുത്തതാണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ ആ പൈസ അവർ തിരിച്ചു തരേണ്ടി വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, ഫ്രീ കൺസെൻറ്റ്. അപ്പോൾ മിസ്റ്റേക്കോടുകൂടി നമ്മുടെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ